ഹല്ലേലൂയ. കർത്താവിന്റെ ധന്യമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ കൺവെൻഷൻ യോഗത്തിന്റെ 4ാമത്തെ രാത്രികാലം നമുക്ക് ആ കർത്താവിന്റെ സന്നിധിയിൽ പ്രകാരം ഒരുമിച്ചായിരിക്കാൻ വലിയവനായ കർത്താവ് തന്ന ഈ വിലപ്പെട്ട അവസരത്തിനായി ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ കഴിഞ്ഞ 3 രാത്രികളിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ദേശത്തോട് സംസാരിപ്പാൻ ഇടയായി തീർന്നല്ലോ. കർത്താവിന്റെ ദാസന്മാരെ കർത്താവ് കരങ്ങളിൽ എടുത്തല്ലോ. നന്ദിയോടെ ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം പ്രാരംഭമായിട്ട് അറിയിക്കട്ടെ. എല്ലാവരോടുമുള്ള നന്ദി ഞാൻ അറിയിക്കട്ടെ. ഇവിടെ നടത്തപ്പെടുന്ന ഈ കൺവെൻഷൻ യോഗങ്ങളില് വളരെ ത്യാഗം സഹിച്ച് നിങ്ങളൊക്കെ കടന്നു വന്ന് സംബന്ധിക്കുന്നതിലുള്ള അതിയായ സന്തോഷം ഞാൻ കർത്താവിന്റെ നാമത്തിൽ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുകളില് ഈ കൊട്ടന്തറ പ്രദേശത്ത് ഈ മൈക്കിന്റെ ശബ്ദ പരിധിക്ക് ഉള്ളിലിരുന്നുകൊണ്ട് ധാരാളം പ്രിയപ്പെട്ടവർ സഹോദരങ്ങള് ഞങ്ങളെ കേൾക്കുന്നുണ്ട്. അവർക്കൊക്കെ പ്രത്യേകം ഞാൻ നന്ദി അറിയിക്കുകയാണ്, സ്നേഹവന്ദനം അറിയിക്കുന്നു. ചുറ്റുപാടുകളിൽ നിന്ന് നമ്മുടെ സഹോദരങ്ങള് ധാരാളം പ്രിയപ്പെട്ടവർ കടന്നു വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഒക്കെ മുഖങ്ങളെ കാണുന്നതില് അതിയായ സന്തോഷമുണ്ട്. ഇവിടെ ആയിരിക്കുന്ന ദൈവദാസന്മാരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട പ്രാർത്ഥന എനിക്ക് ആവശ്യമാണ്. കഴിഞ്ഞ രാത്രികാലം പാസ്റ്റർ ജോമോൻ ജോസഫ് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞല്ലോ, ബില്ലി ഗ്രഹാമിന്റെ ശുശ്രൂഷയുടെ പിന്നിലുള്ള ഏറ്റവും പ്രധാനമായ രഹസ്യമെന്ന് പറയുന്നത് പ്രാർത്ഥന എന്ന ആയുധമായിരുന്നു. അതുകൊണ്ട് രാത്രികാലം എല്ലാവരുടെയും ബലപ്പെട്ട പ്രാർത്ഥന ഞാൻ ആവശ്യപ്പെടുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ആവശ്യപ്പെടുന്ന ഒരു അഭ്യർത്ഥന എഫെസ്യ ലേഖനം 6-ാം അധ്യായം 19-20 വാക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വായിക്കാം നമുക്ക് മൈക്കിലൂടെ. എഫെസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 19-20 വാക്കുകൾ. ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എന്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ അതിൽ സംസാരിക്കേണ്ടും വണ്ണം പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു വലിയ അഭ്യർത്ഥന. ഏറ്റവും ഉന്നതനായ അപ്പോസ്തലന്മാരിൽ ഏറ്റവും വലിയവനായ അപ്പോസ്തലനായ പൗലോസ് ഉന്നതമായ സ്ഥാനത്ത് വിരചിക്കുന്ന മനുഷ്യൻ, അദ്ദേഹം ആവശ്യപ്പെടുന്നത് എന്താണ്? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. രാത്രികാലം പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുകയാണ്. നമുക്ക് വളരെ ശ്രദ്ധയോടെ ആയിരിക്കും. ഞാൻ ചില കാര്യങ്ങള്, ചില ആവർത്തനങ്ങള് എല്ലാ കൺവെൻഷനിലും പറയാറുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം എല്ലാ ബഹുമാനത്തിനും യോഗ്യമാണ്. ദൈവം എല്ലാ ബഹുമാനത്തിനും യോഗ്യമായിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനവും എല്ലാ ബഹുമാനത്തിനും യോഗ്യമാണ്. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ വചനത്തിന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോടെ, അച്ചടക്കത്തോടെ, നമ്മുടെ ഫോണുകളൊക്കെ സൈലന്റ് ആക്കി വെച്ചിട്ട് വളരെ പ്രാർത്ഥനയോടെ, ഏകാഗ്രതയോടെ ഇരിക്കാം. കാരണം ഇത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനമാണ്. അതുകൊണ്ട് പ്രാർത്ഥനയോടെ ഇരിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞാൻ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരു വാക്യം ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിക്കാം. സംഖ്യാപുസ്തകം 23-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. സംഖ്യാപുസ്തകം 23-ാം അധ്യായം 9-ാമത്തെ വാക്യം. ശിലാഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. ഇതാ തനിച്ച് പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. ദൈവത്തിന്റെ സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരോട് നിമിഷം കണ്ണുകളെ അടച്ചാട്ട്. ആരും അശ്രദ്ധമായിട്ടിരിക്കരുത്. എല്ലാവരുടെയും കണ്ണുകൾ അടച്ച് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഒരു നിമിഷം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാവരും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചാട്ട്. ഇന്ന് രാത്രികാലം കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവ് അടിയങ്ങളോട് സംസാരിക്കണമേ.
കർത്താവേ, അവിടുത്തെ വചനം ജീവന ചൈതന്യമുള്ള വചനം, ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ ദൈവത്തിന്റെ വചനം രാത്രികാലം അടിയങ്ങളോട് സംസാരിക്കണമേ. രാത്രികാലം കർത്താവേ, അവിടുത്തെ ആത്മാവിനാൽ നിറയ്ക്കണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിച്ചാട്ട് അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവേ, കൺവെൻഷൻ യോഗത്തിന്റെ ഈ 4ാമത്തെ രാത്രികാലത്തിനായിട്ട് സ്തോത്രം. അവിടുത്തെ മക്കളാകുന്ന അടിയങ്ങൾക്ക് അടിയങ്ങളുടെ കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കുവാൻ, അവിടുത്തെ മാറ്റമില്ലാത്ത തിരുവചനത്തിന്റെ മുന്നിൽ ഇരിക്കുവാൻ എന്റെ കർത്താവ് തന്നിരിക്കുന്ന വിലപ്പെട്ട അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം അത് വേറെ 1000 ദിവസത്തെക്കാൾ ഉത്തമമാകുന്നുവല്ലോ. അവൻ ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്കേറെ ഇഷ്ടമെന്ന് വചനം പറയുമ്പോൾ ഇന്ന് തമ്പുരാന്റെ പാദപീഠത്തിൽ ഇരിക്കുന്ന ആ വലിയ സന്തോഷത്താൽ എന്റെ കർത്താവടികളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന ജനത്തിനായിട്ട് സ്തോത്രം. ശബ്ദപരിധിക്കുള്ളിരുന്ന് വചനം കേൾക്കുന്ന ദൈവമക്കൾക്കായിട്ട് സ്തോത്രം. കർത്താവേ, അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹമല്ല, എന്റെ ദൈവത്തിന്റെ വചനങ്ങളെ കേൾക്കുവാനുള്ള ആ വലിയ വിശപ്പും ദാഹവും അടികളുടെ ഇടയിൽ കഴിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രാത്രികാലം ആമേൻ വിതയ്ക്കപ്പെടുന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനമാകുന്ന വ്യക്ത ആമേൻ അടികളുടെ ഹൃദയത്തിന്റെ നല്ല നിലത്ത് വീഴുവാൻ, അത് നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ എന്റെ കർത്താവ് സഹായിക്കണമേ. ആമേൻ പാറ സ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതുപോലെയല്ല, വഴിയരികെ വിതയ്ക്കപ്പെട്ടതുപോലെയല്ല, അവൻ മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതുപോലെയല്ല. അടികളുടെ ഹൃദയത്തിന്റെ നല്ല നിലത്ത് വീഴുവാൻ, അത് വരും നാളുകളിൽ അവൻ നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ എന്റെ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം വിടപെടണമേ കർത്താവേ. അടിയന്റെ ശബ്ദമല്ല ആമേൻ, എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ശബ്ദം ആമേൻ അടിയനിലൂടെ കേൾക്കുവാൻ എന്റെ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദേശത്തിനായി ചുറ്റുപാടുകൾക്കായിട്ട് സ്തോത്രം. രാത്രികാലം കർത്താവേ, വചനം കേൾക്കുന്ന ചില പാപികൾ മാനസാന്തരപ്പെടുവാൻ, ചില പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, ചില രോഗികൾ സൗഖ്യം പ്രാപിക്കുവാൻ, ആമേൻ ചില പേരുകൾ രാത്രികാലം ജീവന്റെ പുസ്തകത്തിൽ എഴുതുവാൻ എന്റെ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചന ശുശ്രൂഷിക്കുന്ന അടിയനെയും ഏറ്റവും താഴ്ത്തുന്ന കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ആമേൻ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ആമേൻ ദൈവസന്നിധിയിൽ പുകഴ്ച പറയുവാൻ, ദൈവസന്നിധിയിൽ ശ്രേഷ്ഠത പറയുവാൻ ഒന്നുമില്ല കർത്താവേ. അവിടുന്ന് നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം കർത്താവേ. രാത്രികാലം ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് അവിടുത്തെ വചനം ഘോഷിപ്പാനുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലമാനവും മഹത്വവും പുകഴ്ചയും കർത്താവ് എടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയായിട്ട് യാചിക്കുന്നു. അടികളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. ഒന്നുകൂടെ ശക്തിയോടെ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രികാലം പ്രിയമുള്ളവരെ കൂടുതൽ മുഖവര പറയുന്നില്ല, എല്ലാ പ്രിയപ്പെട്ടവരുടെയും ശ്രദ്ധ ഞാൻ ഈ വേദപുസ്തകത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും കൈവശം വേദപുസ്തകം ഉണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നു. അങ്ങനെ വേദപുസ്തകവുമായിട്ട് വന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ആ വേദപുസ്തകം ഉയർത്തി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. എല്ലാവരും ശക്തമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുകയാണ്. വായിച്ച തിരുവചനത്തിലേക്ക് വരാം. സംഖ്യാപുസ്തകം 23-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ വായിച്ചത്, ശിലാഗിരങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. ഇതാ തനിച്ച പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. ഈ വാക്യം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ഹൃദയത്തിൽ വീണ ഒരു വാക്യമാണ്. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു വാക്യം. ഈ വിഷയത്തെ ആസ്പദമാക്കി ഒരു പ്രസംഗം ചെയ്യണമെന്ന് വർഷങ്ങൾ കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെയും സാധിച്ചില്ല. അത് ഈ വർഷമാണ് കർത്താവ് സാധിപ്പിച്ചത്. ഒരു പ്രസംഗം ഒരു വ്യക്തിയിൽ നിന്ന് പുറത്തേക്ക് വരണമെങ്കിൽ ചില പ്രയാസമാണ്. ഇപ്പൊ നമ്മുടെ പള്ളിയിൽ ഒരു പ്രസംഗകൻ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ പ്രസംഗത്തിന് ക്ഷണിക്കുമ്പോൾ ഇംഗ്ലീഷിൽ വിളിക്കുന്നെങ്കിൽ ഇങ്ങനെ പറയും, Now I request Pastor Dash to deliver the message. ഞാൻ ഇന്ന ആളെ ഈ പ്രസംഗിക്കാൻ ഡെലിവർ ദി മെസ്സേജ്. എന്താ ഡെലിവറി? എന്താണ് നമുക്കറിയാം.
അല്ലേ? ഒരു പ്രസംഗം പ്രസവിക്കുന്ന ഒന്നാണ് എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രസംഗത്തിന്റെ ബീജം അവന്റെ ഉള്ളിൽ വീഴുന്നു. അത് വളർന്ന് വലുതായി അത് പ്രസംഗത്തിന്റെ രൂപത്തിലായി പൂർണ്ണ വളർച്ച എത്തുമ്പോൾ he will deliver the message. ആ പ്രസംഗം പുറത്തേക്ക് വരും. ദൈവത്തിന് സ്തോത്രം. ഇത് വർഷങ്ങൾ എടുത്ത് ഈ വിഷയം പുറത്തേക്ക് വരുവാനായിട്ട് രാത്രികാലം ആ വിഷയത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധയെ ക്ഷണിക്കാം. ഇതാ തനിച്ച് പാർക്കുന്ന ഒരു വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധയെ ക്ഷണിക്കട്ടെ. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം. ലോക ചരിത്രത്തിൽ ധാരാളം സാഹിത്യ ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവയെക്കാളൊക്കെ ഏറ്റവും മെച്ചപ്പെട്ട ശ്രേഷ്ഠമേറിയ ഗ്രന്ഥം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനമാണ്. ലോകത്തിൽ ഉണ്ടായിട്ടുള്ള മറ്റ് പുസ്തകങ്ങളൊക്കെ മനുഷ്യനെ പല പുസ്തകങ്ങളും വഴി പിഴപ്പിക്കുമ്പോൾ മനുഷ്യനെ നേർവഴി കാണിക്കുന്ന, മനുഷ്യനെ ശരിയായ വഴി കാണിക്കുന്ന പുസ്തകമാണ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം. അഖിലാണ്ടത്തിന്റെ ഉദയവനം, അണ്ടകടാഹങ്ങളുടെ സൃഷ്ടിതാവും പരിപാലകനും എന്റെയും നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ നസ്രയനായ യേശുക്രിസ്തുവിനെ വരച്ചു കാട്ടിയിരിക്കുന്ന അതുല്യ ഗ്രന്ഥമാണ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം. ഹല്ലേലൂയ. എന്താണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത? ആദ്യമായിട്ട് ലോകത്തിൽ അച്ചടിക്കപ്പെട്ട പുസ്തകം, ആദ്യമായിട്ട് ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകപ്പെട്ട പുസ്തകം, ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് അച്ചടിക്കപ്പെടുന്ന പുസ്തകം, ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന പുസ്തകം, ഏറ്റവും കൂടുതൽ എതിരാളികൾ ഉള്ള പുസ്തകം, ഏറ്റവും കൂടുതൽ വിമർശകന്മാർ ഉള്ള പുസ്തകം, ഏറ്റവും കൂടുതൽ നിരീശ്വരവാദികൾ വെല്ലുവിളിച്ചിട്ടുള്ള പുസ്തകം, ജനകോടികൾ മാറോടടിക്ക് പിടിക്കുന്ന എന്റെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കാലത്തിന്റെ കണക്ക് പുസ്തകം നാം ഒന്ന് പരിശോധിച്ചാൽ ഇത്രയേറെ പ്രതികൂലങ്ങളെ അഭിമുഖീകരിച്ചിട്ടുള്ള മറ്റൊരു പുസ്തകവും ലോകചരിത്രം കണ്ടിട്ടില്ല. അനേകം നിരീശ്വരവാദികൾ, യുക്തിവാദികൾ, വിപ്ലവകാരികൾ, വിമർശകന്മാർ, തത്വചിന്തകന്മാർ അവരൊക്കെ ഈ പുസ്തകത്തെ വേരോടെ പിഴുതെറിയുവാൻ കിണഞ്ഞു പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ വേരോട് പറഞ്ഞു പോയത് മിച്ചം. അഗ്നിക്കിരയാക്കി നശിപ്പിക്കുവാൻ പല പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട്. 12 കോടിയിലധികം ആളുകൾ ഈ വിശുദ്ധ വേദപുസ്തക സംബന്ധമായ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി തങ്ങളുടെ ജീവൻ ബലിയർപ്പിച്ചതായി ചരിത്രം സാക്ഷീകരിക്കുന്നു. എന്നാൽ വേദപുസ്തകം ഇന്നും ഈ പ്രതികൂലങ്ങളെയൊക്കെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് തലയുയർത്തി നിൽക്കുന്ന കാരണം ഇതെന്റെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശുദ്ധ വേദപുസ്തകം പ്രഖ്യാപിക്കുന്ന സൃഷ്ടിവാദത്തിനെതിരെ പരിണാമവാദ സിദ്ധാന്തം എഴുതിയ ചാൾസ് ഡാർവിനെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. മനുഷ്യൻ ഏതോ കുരങ്ങിന്റെ പിൻഗാമിയാണെന്നും അവന്റെ അപ്പനപ്പൂപ്പന്മാരൊക്കെ ആഫ്രിക്കൻ വനാന്തരങ്ങൾ കഴിഞ്ഞിരുന്ന കുരങ്ങന്മാരാണെന്നും പറഞ്ഞുകൊണ്ട് പരിണാമവാദ സിദ്ധാന്തം എഴുതിയ ചാൾസ് ഡാർവിൻ എന്ത് സംഭവിച്ചു? അദ്ദേഹം അന്തരിച്ചു. താമസമിന അദ്ദേഹത്തിന്റെ കുരങ്ങൻ സിദ്ധാന്തവും അന്ത്യശ്വാസം വലിച്ചു. രണ്ടിനെയും മറവിയുടെ ശവപ്പെട്ടിയിലടച്ച് കാലത്തിന്റെ ശവപ്പറമ്പിൽ കുഴിച്ചു മൂടി. എന്നാൽ വിശുദ്ധ വേദപുസ്തകം ഇന്ന് തലയുയർത്തി നിൽക്കുന്നു. ഇതെന്റെ ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. ഈ പുസ്തകത്തെ ചുമക്കുവാൻ, ഈ പുസ്തകം വെളിപ്പെടുത്തുന്ന നസ്രയനായ യേശുവിനെ ഉയർത്തുവാൻ എന്റെ കർത്താവിനെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. നിരീശ്വരവാദവും നിർമ്മതത്വവും വിജയക്കൊടി നാട്ടെന്ന് വീമ്പിളക്കിയിരുന്ന USSR-നെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്. ഒരു കാലത്ത് ദൈവവചനത്തിന് പുറംതിരിഞ്ഞു നിന്നവർ, ദൈവാലയങ്ങളെ കലാലയങ്ങളാക്കി മാറ്റിയവർ, ദൈവം മരിച്ചുപോയി എന്ന് ഉച്ചസ്ഥലം ഉദ്ഘോഷിച്ചവർ, അവർക്ക് എന്തു പറ്റി? ഒരു സുപ്രഭാതത്തിൽ സോവിയറ്റ് യൂണിയൻ ഒരു ഡൈനമിറ്റ് പോലെ പൊട്ടിച്ചിതറി അനേക റിപ്പബ്ലിക്കുകളായിട്ട് മാറി. ജനം സത്യം തിരിച്ചറിഞ്ഞു. ദൈവവചനത്തിന്റെ വാതിലുകൾ തങ്ങൾക്ക് മുമ്പിൽ കൊട്ടിയടച്ച നിരീശ്വരവാദത്തിന്റെയും പ്രത്യയ ശാസ്ത്രങ്ങളുടെയും നേതാക്കന്മാരുടെ കൂറ്റൻ കരിങ്കൽ പ്രതിമകൾ ജനങ്ങൾ അടിച്ചുടച്ച് കാസ്പിയൻ കടലിലും ചെങ്കടലിലും ഒഴുക്കിക്കളഞ്ഞു. ശൂന്യാകാശത്തിലെങ്ങും ദൈവത്തെ കണ്ടില്ലെന്ന് വീമ്പിളക്കിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരി യൂറി ഗഗാറിന്റെ പിൻഗാമികൾ ഇന്ന് മാൻ
നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവവചനത്തിനായിട്ട് ദാഹിക്കുന്നു. ഹല്ലേലൂയ. എന്താ കാരണം? എതിർക്കുന്നവനെ തകർത്ത് തരിപ്പണമാക്കുവാൻ കഴിവുള്ള പുസ്തകമാണ് എന്റെ ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. എതിർക്കുന്നവനെ തകർക്കുവാനുള്ള ശക്തി എന്റെ ദൈവത്തിന്റെ വചനത്തിനുണ്ട്. എന്താ കാരണം? ഈ പുസ്തകം ഇത്ര പ്രാധാന്യമുള്ളതായി തീരാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരുവനുണ്ട്. അതാരാണ്? അലറി ഇരമ്പി ആഞ്ഞടിക്കുന്ന കടൽ തിരമാലകളോടും ഹുങ്കാര ശബ്ദത്തോടെ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിനോടും കാറ്റേ അടങ്ങുക, കടലെ ശാന്തമാകുക എന്ന ഒറ്റ വാക്കുകൊണ്ട് പ്രകൃതിയെ നിലയ്ക്ക് നിർത്തുവാൻ കഴിവുള്ള നസ്രയനായ യേശുവിനെ വെളിപ്പെടുത്തുന്ന പുസ്തകമാണ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം. ഹല്ലേലൂയ. 12 സംവത്സരമായിട്ട് രക്തസ്രാവം ബാധിച്ച തന്റെ മുതലും സമ്പാദ്യമെല്ലാം ചോർന്നുപോയി തന്റെ ആരോഗ്യം ക്ഷയിച്ച നിരാശയുടെ ആമേൻ അടിത്തട്ടിൽ കിടന്നിരുന്ന ഒരു സാധു സ്ത്രീ തന്റെ വിറയാർന്ന കരങ്ങൾ കൊണ്ട് ആമേൻ തന്റെ വസ്ത്രത്തിന്റെ നീലച്ചരട് കെട്ടിയ തൊങ്ങലിൽ തൊട്ടപ്പോൾ പ്രമാണം നോക്കാതെ തന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ കൂടി ശക്തി പുറപ്പെടുവിച്ച അവരുടെ നിന്നയെ മാറ്റിയ സർവശക്തനായ യേശുവിനെ വെളിപ്പെടുത്തുന്ന പുസ്തകമാണ് ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. 6000-ലധികം ഭൂതങ്ങൾ ഒരുമിച്ച് ബാധിച്ച് മാനസിക നില തെറ്റി സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട കല്ലറകളിൽ വസ്ത്രം ധരിക്കാതെ ശരീരം കീറി മുറിച്ചും ചതച്ചും അലറിക്കരഞ്ഞും നിലവിളിച്ചും കൊണ്ട് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയ നിസ്സഹായനായ ഒരു സാധു മനുഷ്യനെ തേടി അവന്റെ അടുക്കൽ കടന്നു ചെന്ന് അവന്റെ 6000-ൽ പരം ഭൂതങ്ങളെ ഒറ്റ വാക്കുകൊണ്ട് പുറത്താക്കിയ സകല പൈശാചിക ശക്തികളുടെ മേലും അധികാരമുള്ള നസ്രയനായ യേശുവിനെ വെളിപ്പെടുത്തുന്ന പുസ്തകമാണ് ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. മരിച്ച മൺമറഞ്ഞ് കല്ലറയ്ക്കുള്ളിൽ അടക്കം ചെയ്യപ്പെട്ട് ചീഞ്ഞളിഞ്ഞ് കിടന്നവന്റെ കല്ലറയുടെ വാതിൽക്കൽ വെച്ചിരുന്ന കല്ല് നീക്കിയപ്പോൾ ചുറ്റും നിന്ന പുരുഷാരം ദുർഗന്ധം കൊണ്ട് മൂക്ക് പൊത്തിയപ്പോൾ ലാസറേ പുറത്തു വരിക എന്ന ഒറ്റ വാക്കുകൊണ്ട് മരിച്ച മൺമറഞ്ഞ് ചീഞ്ഞളിഞ്ഞ് അകത്ത് കിടന്നവരെ ഉയിരോടെ പുറത്തു കൊണ്ടുവന്ന് മരണത്തിന്റെ മേലും പാതാളത്തിന്റെ മേലും അധികാരമുള്ള നസ്രയനായ യേശുവിനെ വെളിപ്പെടുത്തുന്ന പുസ്തകമാണ് ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം തന്നവൻ കാൽവരിയുടെ കുലക്കളത്തിൽ ആമേൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചവൻ. തീർന്നില്ല. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ കാലിൽ പിടിച്ച് തൂക്കി നിലത്തടിച്ച ശിവപര്യന്തം മരണഭീതിയിൽ കഴിഞ്ഞ ജനത്തെ വിടുവിച്ച ആമേൻ സർവശക്തനായ യേശുവിനെ വെളിപ്പെടുത്തുന്ന ആമേൻ പുസ്തകമാണ് എന്റെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ രാത്രികാലം ഈ പുസ്തകത്തിന് നമ്മോട് ചില ദൈവവചന ആലോചനകൾ അറിയിക്കാനായിട്ടുണ്ട്. എന്താണ് ഈ പുസ്തകത്തിന് നമ്മോട് പറയാനായിട്ടുള്ളത്? സംഖ്യാപുസ്തകം 23-ാം അധ്യായം 9-ാമത്തെ വാക്ക് ഒരിക്കൽ കൂടെ വായിക്കാം. സംഖ്യ 23:9. ശിലാഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. ദൈവത്തിന് സ്തോത്രം. നാം വായിച്ചു കേട്ട വാക്യം, ശിലാഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ അവരെ കാണുന്നു, ഗിരികളിൽ നിന്ന് ഞാൻ അവരെ ദർശിക്കുന്നു. ഇതാ തനിച്ച പാർക്കുന്ന ഒരു ജനം. ഇതിന്റെ പശ്ചാത്തലം എന്താണ്? നാം വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ സംഖ്യാപുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഇസ്രായേൽ മക്കളുടെ കനാൻ യാത്രയിൽ അവർ യാത്ര ചെയ്തു വരുമ്പോൾ ഒരു വേള മോവാബ് സമഭൂമിയിൽ പാളയം ഇറങ്ങിക്കിടക്കുമ്പോൾ അവിടുത്തെ രാജാവായ ബാലാക്ക് ഇസ്രായേൽ മക്കളെ കുറിച്ചുള്ള ഭീതി നിമിത്തം അവരെ ശപിച്ചൊതുക്കുവാനും പ്രാണി ഇല്ലാതാക്കുവാനും തക്കവണ്ണം ഒരു പ്രവാചകനെ കൂലി കൊടുത്ത് ദൂരത്തുനിന്ന് വരുത്തി. അദ്ദേഹത്തിന്റെ പേരാണ് ബിലയാം. ദൈവം തമ്പുരാൻ വിലക്കിയിട്ടും വഴിയിൽ വെച്ച് ഉരിയാടക്കഴുത മനുഷ്യവാക്കായിട്ട് സംസാരിച്ചിട്ടും പ്രവാചകൻ അടങ്ങിയില്ല. അദ്ദേഹം നേരെ രാജസ്ഥാനിൽ ചെന്നു. രാജാവ് അദ്ദേഹത്തെ 3 സ്ഥലത്ത് മാറി മാറി നിർത്തി. ഇസ്രായേലിന്റെ താഴ്വരയിൽ പാളയമടിച്ച് കിടക്കുന്ന ദൈവത്തിന്റെ ജനത്തെ ശപിക്കുവാൻ ആജ്ഞാപിച്ചു.
ആജ്ഞാപിച്ചു. പ്രവാചകൻ വായി തുറന്നു ശപിക്കുവാൻ. പക്ഷേ ദൈവം കൊടുത്ത അനുഗ്രഹത്തിന്റെ വാക്കുകളാണ്. സംഖ്യാപുസ്തകം 23-ാം അധ്യായം 8-9 വാക്യങ്ങൾ വായിക്കാം. സംഖ്യ 23 8-9 വാക്യങ്ങൾ. ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും? യഹോവ പ്രാകാത്തവനെ ഞാൻ എങ്ങനെ പ്രാകും? ശിലാഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ശപിക്കുവാൻ വന്നവൻ അനുഗ്രഹവും, പ്രാകുവാൻ വന്നവൻ ആശീർവാദവും കൊടുക്കുക. എന്താ കാരണം? അവർ തനിച്ച് പാർക്കുന്ന ജനമായിരുന്നു. അവർ ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാത്തവരായിരുന്നു. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണമേ, വളരെ വിലപ്പെട്ട ഒരു ദൈവവചന ആലോചനയാണ് ഈ ഭാഗത്ത് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രാകുവാൻ വന്നവൻ ആശീർവാദം കൊടുക്കുന്നു, ശപിക്കുവാൻ വന്നവൻ അനുഗ്രഹം കൊടുക്കുന്നു. കാരണം എന്താ? അവർ തനിച്ച് പാർക്കുന്ന ജനമായിരുന്നു. അതുകൊണ്ട് ബാലാക്ക് ചിന്തിച്ചു, ഈ മനുഷ്യനെ എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ മതി എന്ന ബാലാക്ക് ചിന്തിച്ചു. അതുകൊണ്ട് ബാലാക്ക് ബിലെയാമിനോട് ഇങ്ങനെ പറഞ്ഞത്. സംഖ്യ 23-25. സംഖ്യ 23-25. അപ്പോൾ ബാലാക്ക് ബിലെയാമിനോട് അവരെ ശപിക്കുകയും വേണ്ട, അനുഗ്രഹിക്കും വേണ്ട എന്ന് പറഞ്ഞു. ബാലാക്ക് ബിലെയാമിനോട് പറയുകയാണ്, അവരെ ശപിക്കുകയും വേണ്ട, അനുഗ്രഹിക്കാൻ വേണ്ട. എന്നാലും പണം പറ്റി ഇവിടെ വരെ വന്നതല്ലയോ? ചില ദിവസങ്ങൾ കൊട്ടാരത്തിൽ പാർത്തതല്ലേ? എന്തെങ്കിലും ഒന്ന് ചെയ്യാതെ പോകുന്നത് എങ്ങനെയാ? അതുകൊണ്ട് പോകുന്ന പോക്കിൽ ബിലെയാം ബാലാക്കിന് ഒരു ഉപദേശം കൊടുത്തു. ഇസ്രായേൽ ജനത്തിന്റെ പരിശുദ്ധി നഷ്ടപ്പെടുത്തുക, അവരെ കൊണ്ട് പാപം ചെയ്യിക്കുക, ഇതല്ലാതെ അവരെ തകർക്കുവാൻ വേറെ മാർഗമില്ല. ആ ഉപദേശം ഏറ്റു. നമുക്ക് അടുത്ത അധ്യായം വായിക്കുമ്പോൾ പിടികിട്ടും. 25-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളും 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് ബിലെയാമിന്റെ ഉപദേശം ഏറ്റെന്ന് മനസ്സിലാക്കും. സംഖ്യ 25 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേൽ ശിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബി സ്ത്രീകളുമായി പരസംഖ്യം തുടങ്ങി. അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും ജനം ഭക്ഷിച്ചവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. ഇസ്രായേൽ ബാൽപെയോറിനോട് ചേർന്നു. യഹോവയുടെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. വാക്യം 9. ബാധ കൊണ്ട് മരിച്ചുപോയവർ 24,000 പേർ. ശ്രദ്ധിക്കണമേ പ്രിയമുള്ളവരെ, നോക്കിക്കേ, ബിലെയാമിന്റെ ഉപദേശം കേട്ട് മുന്നോട്ട് പോയപ്പോൾ സംഭവിച്ച കാര്യമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നോക്കിക്കേ, ജനത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെട്ടപ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ട് ഇസ്രായേൽ മക്കളില് ദൈവത്തിന്റെ തനിച്ചു പാർക്കുന്ന ജനമെന്ന് പ്രവാചകൻ പ്രവചിച്ച ജനത്തില് 24,000 പേർ പട്ടുപോയി. ഇത് നമുക്കൊരു വലിയ മുന്നറിയിപ്പാണ്. രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ഒരു കാര്യം പറയാം. സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് സഭയുടെ പേരിൽ രജിസ്റ്ററിൽ പേരുള്ളത് കൊണ്ടോ, ഞാൻ ആരാധനയ്ക്ക് പോകുന്നു പറയുന്നത് കൊണ്ടോ, ഞാൻ കൂട്ടായ്മകൾ സംബന്ധിക്കുന്നു പറഞ്ഞത് കൊണ്ടോ നമ്മൾ രക്ഷപ്പെടത്തില്ല. നാം തനിച്ച് പാർക്കുന്ന ജനമായിരിക്കണം. ഇവിടെ വേദപുസ്തകം പറയുന്നു, ഇത് നമുക്കൊരു വലിയ മുന്നറിയിപ്പാണ്. നമുക്കറിയാം, ഇസ്രായേൽ ജനം തനിച്ച് പാർത്തപ്പോൾ അവരെ തകർക്കുവാൻ, പ്രാഗി ഒതുക്കുവാൻ, ശപിച്ചില്ലാതാക്കുവാൻ ഒരു പ്രവാചകന് സാധിച്ചില്ല. എന്നാൽ അവർ വിശുദ്ധിയിൽ നിന്ന് വീണ് പോയപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് 24,000 പേർ പട്ടുപോകുവാനായിട്ടിടയായി തീർന്നു. നാം വിശുദ്ധിയിൽ നിലനിന്നാൽ നമ്മെ തകർക്കുവാൻ ഒരു പിശാചിനും സാധ്യമല്ല. ഹല്ലേലൂയ. നാം വിശുദ്ധിയിൽ നിലനിന്നാൽ നമ്മെ തകർക്കുവാൻ ഒരു പിശാചിനും സാധ്യമല്ല. രാത്രികാലം നാം വിശുദ്ധിയിൽ നിലനിൽക്കേണ്ട മേഖലകൾ ഏതെല്ലാമാണ്? 3 മേഖലകൾ ചിന്തിച്ച് കടന്നു പോകാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നാം വിശുദ്ധിയിൽ നിലനിൽക്കേണ്ട മേഖലകൾ, നാം തനിച്ച് പാർക്കേണ്ട മേഖലകൾ വായിക്കാം. 1 റോമാലേഖനം 12-ാം അധ്യായം 2-ാമത്തെ വാക്യം. റോമാലേഖനം 12-ാം അധ്യായം 2-ാമത്തെ വാക്യം. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിക്കണമേ, ഞാൻ 3 പോയിന്റുകളാണ് പറയാൻ പോകുന്നത്. 3ന്റെ വിശദീകരണത്തിന് 1 നാം തനിച്ച് പാർക്കേണ്ട മേഖല, ഈ ലോകത്തിന് അനുരൂപമാകാതെ തനിച്ച് പാർക്കണം. ഒന്നാമത്തെ മേഖല പിടികിട്ടിയോ? ജൂലി എന്താണ്? ഈ ലോകത്തിന് അനുരൂപമാകാതെ തനിച്ച് പാർക്കണം. നമുക്കറിയാം, ഞാൻ പറയുന്ന ഓരോ വാചകവും ശ്രദ്ധിച്ച് കേൾക്കണം. ഉൽപ്പത്തിയിൽ ആരംഭിച്ച ദൈവസഭ, ഈ ഓരോ വാചകവും ശ്രദ്ധിച്ച് കേൾക്കണം പറയാൻ കാരണം വെച്ചാൽ ഇതൊക്കെ ചില ഇതിനൊക്കെ ചില വാദപ്രതിവാദങ്ങൾ ഉണ്ടാകാറുണ്ട്. ഉൽപ്പത്തിയിൽ ആരംഭിച്ച ദൈവസഭ എന്ന് ഞാൻ പറയുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് പറയുന്നവരുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഉൽപ്പത്തിയിൽ ആരംഭിച്ച
ദൈവസഭ എന്തെല്ലാം പ്രതികൂലങ്ങളിലൂടെയാണ് മുന്നോട്ട് നീങ്ങിയത്. ഇതിന്റെ തുടർച്ചയായി 1800-കളിൽ ദൈവം പ്രവചനത്തിന്റെ ആത്മാവ് നൽകി തന്റെ സത്യസഭയെ സത്യത്തിന്റെ പ്രവചനത്തിന്റെ ആത്മാവ് നൽകി ദൈവം തന്റെ സത്യസഭയെ എഴുന്നേൽപ്പിച്ചു. സത്യസഭയുടെ വളർച്ചയും വ്യാപനവും കണ്ട് വിളറി പിടിച്ച സാത്താൻ അതിനെ പ്രാഗി ഇല്ലാതാക്കുവാനും സഭയ്ക്കൊതുക്കുവാനും തക്കവണ്ണം പല തന്ത്രങ്ങളും പുറത്തെടുത്തു. പക്ഷെ പിശാചിന് സാധിച്ചില്ല. അതുകൊണ്ട് പിശാച് അടവൊന്ന് മാറ്റിപ്പിടിച്ചു. പണ്ട് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ പയറ്റിയ അതേ തന്ത്രം എന്താ? ദൈവജനത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തുക. അതല്ലാതെ വേറെ മാർഗമില്ല. ദൈവജനത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തുക. അതിൽ സാത്താൻ ഒരു വലിയ അളവ് വിജയിച്ചിട്ടുണ്ട്. നമ്മളെയൊക്കെ കാണുമ്പോൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ പലപ്പോഴും സാത്താൻ അളവ് അക്കാര്യത്തിൽ വിജയിച്ചിട്ടുണ്ട്. ഇന്ന് ലോക മനുഷ്യൻ കാണിക്കുന്ന സകല മ്ലേച്ഛതകളും സഭയ്ക്കുള്ളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ദൈവവചനം തെറ്റെന്ന് പറയുന്ന, ദൈവവചനം അരുതെന്ന് പറയുന്ന എല്ലാ കൊള്ളരുതായ്മകളും ചെയ്യുവാൻ ഇന്നത്തെ തലമുറയ്ക്ക് യാതൊരു മടിയുമില്ല. അല്പം പ്രയാസം തോന്നിയാലും കുഴപ്പമില്ല. ഏത് കൊള്ളരുതായ്മകളും ചെയ്യുവാൻ ഇന്നത്തെ തലമുറയ്ക്ക് ഒരു മടിയുമില്ല. ഇതുപോലെ വശവത്വം പെരുകിയ, പാപം പെരുകിയ, മ്ലേച്ഛത പെരുകിയ ഒരു കാലഘട്ടം മുമ്പുണ്ടായിട്ടുണ്ടോ? നോഹിയുടെ കാലഘട്ടത്തെക്കാൾ, ലോത്തിന്റെ കാലഘട്ടത്തെക്കാൾ മ്ലേച്ഛത പെരുകിയ ഒരു കാലഘട്ടമായി ഇന്നത്തെ കാലഘട്ടം മാറിയിരിക്കുന്നു. വേദപുസ്തകം നൽകുന്ന മുന്നറിയിപ്പ് ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 26-27 വാക്യങ്ങൾ. ലൂക്കോസ് 17, 26, 27 വാക്യങ്ങൾ. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചു, വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, അവരെല്ലാവരെയും മുടിച്ചു കളഞ്ഞു. താങ്ക് യു ജസ്മിൻ. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇവിടെ വചനം പറയുന്നു, നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവിലും ഉണ്ടാകും. ജലപ്രളയത്തിന് മുമ്പേ നോക്കിയവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ഈ വിവാഹം കഴിക്കുന്നതും വിവാഹത്തിന് കൊടുക്കുന്നതും തെറ്റാണോ? അങ്ങനെ വചനം പറയുന്നില്ല. നാം വിവാഹം കഴിക്കുന്നതിനെയും നമ്മുടെ കുഞ്ഞുങ്ങളെ വിവാഹം കഴിപ്പിക്കുന്നതിനെയും വേദപുസ്തകം എതിർക്കുന്നില്ല. എന്നാൽ വിവാഹം കഴിക്കുക, ഒഴിയുക, വീണ്ടും കഴിക്കുക, ഒഴിയുക, വീണ്ടും കഴിക്കുക, ഒഴിയുക, മാരേജ് ആൻഡ് റീമാരേജ്, ഇതിന് ദൈവത്തിന്റെ വചനം എതിരാണ്. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 18-ാമത്തെ വാക്യം. ലൂക്കോസ് 16:18. ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവനെല്ലാം വ്യഭിചാരം ചെയ്യുന്നു. ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവരെല്ലാം വ്യഭിചാരം ചെയ്യുന്നു. വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നു. അടുത്ത വാക്യം. ഭർത്താവ് ഉപേക്ഷിച്ചവളെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. ഞാനൊന്നും പറഞ്ഞില്ല, വചനം പറയുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. അവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ അവനും വ്യഭിചാരം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, വേദപുസ്തകത്തിന്റെ ഉപദേശം എവിടെ നിൽക്കുന്നു? ഈ വിവാഹം കഴിക്കുന്ന സമയത്ത് പാസ്റ്റർമാര് ഈ വിവാഹം കഴിപ്പിക്കുന്നവർക്ക് ഒരു പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. ഈ വിവാഹം കഴിക്കുന്ന ദമ്പതികളെ കൈ പിടിച്ചങ്ങോട്ട് കൊടുത്തിട്ട് പാസ്റ്റർ ചൊല്ലിക്കും, ഒരു തീരുമാനം എടുക്കും. എന്താ? സൂസമ്മയെ വിവാഹം കഴിക്കും. സൂസമ്മ എന്ന നിന്നെ ഞാൻ എന്റെ വാത്സല്യ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളുന്നു. ഇപ്പോൾ മുതൽ മരണം നമ്മെ വേർപിരിക്കുന്നത് വരെ ജീവിതത്തിൽ നേരിടുന്ന എല്ലാ നന്മ തിന്മകളിലും നിന്നെ സ്നേഹിച്ച, നിന്നെ സംരക്ഷിച്ച, നിന്നോട് വിശ്വസ്തത പുലർത്തിക്കൊള്ളാമെന്ന പരിശുദ്ധനായ ദൈവത്തിന്റെയും ഈ കൂടി വന്നിരിക്കുന്ന സാക്ഷികളുടെ മുമ്പാകെ ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു. ദൈവസ്ഥാനിൽ തീരുമാനമെടുത്തതാ. എന്താ? ഇനി ജീവിതത്തിൽ എന്തോ പ്രതികൂലം വന്നാലും ഞാൻ നിന്നോട് ചേർന്നിരിക്കുമെന്ന് അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായം 10, 11, 39 വാക്യങ്ങൾ. പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായം 10, 11 വാക്യങ്ങളും 39 വാക്യവും. വിവാഹം കഴിഞ്ഞവരോട് ഞാനല്ല കർത്താവ് തന്നെ കൽപ്പിക്കുന്നത്, ഭാര്യ ഭർത്താവിനെ വേർപിരിയരുത്. വിവാഹം കഴിഞ്ഞവരോടോ ഞാനല്ല കർത്താവ് തന്നെ പറയുന്നത്, ഭാര്യ ഭർത്താവിനെ വേർപിരിയരുത്. പിരിഞ്ഞു എന്ന് വരികിലോ, അഥവാ ഒരു നിവൃത്തിയുമില്ലാത്ത കാരണത്താൽ പിരിഞ്ഞെന്ന് വരികിലോ വിവാഹം കൂടാതെ പാർക്കണം.
ചെയ്യണം. അല്ലെങ്കിൽ ഭർത്താവിനോട് നിലണ്ടുകൊള്ളണം. ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കുകയും അരുത്. 39ാമത്തെ വാക്യം, ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം സ്ത്രീ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചു പോയാൽ തനിക്ക് മനസ്സുള്ളവനുമായി വിവാഹം കഴിപ്പാൻ സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിൽ വിശ്വസിക്കുന്നവനുമായി മാത്രമേ ആകാവൂ. എത്ര ക്ലിയർ വചനം. ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം സ്ത്രീ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചുപോയാൽ തനിക്ക് മനസ്സുള്ളവനുമായി വിവാഹം കഴിപ്പാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ കർത്താവിൽ വിശ്വസിക്കുന്നവനുമായി മാത്രമേ ആകാവൂ. ഇന്നത്തെ കാലഘട്ടം എങ്ങനെയിരിക്കുന്നു? വിവാഹ വർധനവിന്റെയും വിവാഹ തകർച്ചയുടെയും ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങൾ ജീവിച്ചിരിക്കുന്നത്. ഒരു കാലത്ത് വിവാഹ മോചനം നാണം കെട്ട ഏർപ്പാടായിരുന്നെങ്കിൽ ഇന്നത് ഫാഷനായിട്ട് മാറിയിരിക്കുകയാണ്. ആത്മീയ ധാർമ്മിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന നമ്മുടെ ഭാരതത്തിലേക്ക് വന്നാൽ സ്ഥിതി വ്യത്യസ്തമല്ല. വിവാഹ മോചനങ്ങളുടെ എണ്ണം വർദ്ധിച്ച് പെരുകിയിരിക്കുകയാണ്. ലോകീയ സാമ്രാജ്യങ്ങളിൽ ഏറ്റവും പ്രശസ്തമായിരുന്ന റോമ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്കുള്ള സുപ്രധാന കാരണങ്ങളിൽ ഒന്ന് അവിടുത്തെ കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയായിരുന്നു. പ്രസിദ്ധ ചരിത്രകാരനായ സെനക്ക രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്: വിമൻ വെയർ മാരീഡ് ടു ബി ഡൈവോഴ്സ്ഡ് ആൻഡ് ഡൈവോഴ്സ്ഡ് ടു ബി മാരീഡ്. എന്താ മനസ്സിലായി? സ്ത്രീകൾ വിവാഹമോചനത്തിന് വേണ്ടി വിവാഹം കഴിക്കുകയും വിവാഹം കഴിക്കുവാൻ വേണ്ടി വിവാഹമോചനം തേടുകയും ചെയ്തിരുന്ന കാലഘട്ടം. ദൈവമക്കളുടെ ഇടയിലേക്ക് വന്നാലും സ്ഥിതി വ്യത്യസ്തമല്ല. ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും അവിശ്വസ്തത കാണിക്കുന്ന കാലമായി ഇന്നത്തെ കാലഘട്ടം മാറിയിരിക്കുകയാണ്. കുടുംബ ബന്ധങ്ങളെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട്, പിഞ്ചു കുഞ്ഞുങ്ങളെ വഴിയാധാരമാക്കിക്കൊണ്ട് സ്ത്രീ പുരുഷന്മാർ സ്വന്തം ജഡമോഹം നിവർത്തിപ്പാൻ പരസ്പരം ഉപേക്ഷിച്ച ഓടിപ്പോയി പുതിയ ഇണകളെ തിരയുന്ന കാലഘട്ടമായി ഇന്നത്തെ കാലഘട്ടം മാറിയിരിക്കുന്നു. ശരിയല്ലേ? കോടതി വരാന്തകളിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ നിലവിളിക്കുകയാണ്. ഈ തലമുറയെ നോക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു. യെശയ്യാവ് 1:4-6 വരെ. യെശയ്യാവ് 1:4-6 വരെ. അയ്യോ പാപമുള്ള ജാതി, അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവൃത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളെ അഴിച്ചിട്ടെന്താ അധികം പിന്മാറുകയുള്ളൂ. തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. ആടി തൊട്ട് മുടി വരെ യാതൊരു സൗഖ്യവുമില്ല. മുഴുവൻ ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെക്കി കഴുകിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി സമർപ്പിച്ചിട്ടുമില്ല. നോക്കിക്കേ, ആടി തൊട്ട് മുടി വരെ പാപത്തിൽ മുഴുകി നിൽക്കുന്ന ഒരു തലമുറ, വഷളത്തം നിറഞ്ഞ തലമുറ, ഈ ലോകത്തിന് അനുരൂപമായി പാർക്കുന്ന തലമുറ. വേദപുസ്തകം എന്താ പറയുന്നത്? ഈ ലോകത്തിന് അനുരൂപമാകാതെ തനിച്ചു പാർക്കണം. എന്നാൽ ജനത്തിന്റെ സ്ഥിതി എന്താണ്? ഈ ലോകത്തിന് അനുരൂപമായി പാർക്കുന്ന തലമുറ. എത്ര കൃത്യമാണ്! ലോകത്തോട് ചേർന്നടക്കുന്ന പിശാചിന്റെ കയ്യിലെ കളിപ്പാവകളായി തീർന്നിരിക്കുന്ന ജനതതി. നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ മനുഷ്യന് സംഭവിച്ച പരാജയം എന്താണ്? ദൈവം തന്റെ തേജസ് വാരി ചുറ്റി സൃഷ്ടിച്ച ഏദൻ തോട്ടത്തിലാക്കിയ മനുഷ്യൻ ദൈവകൽപ്പന ലംഘിച്ച പാപത്തിൽ വീണപ്പോൾ ദൈവം കൊടുത്ത തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെടുത്തി അവൻ നഗ്നനായിട്ട് മാറി. വാചകം പിടികിട്ടിയോ? ദൈവം തന്റെ തേജസ് വാരി ചുറ്റി ഉടിപ്പിച്ച സൃഷ്ടിച്ച മനുഷ്യൻ പാപത്തിൽ വീണപ്പോൾ തേജസ്സിന്റെ വസ്ത്രം പോയിട്ട് നഗ്നനായിട്ട് മാറി. ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ തെറ്റിച്ച പിശാച് ഇന്ന് സഭയാകുന്ന തോട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അനേകർ അവന്റെ വഞ്ചനയിൽ കുടുങ്ങി വസ്ത്രം ഉപേക്ഷിക്കുന്നവരായിട്ട് മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു കാലത്ത് മാറുമറയ്ക്കുവാനുള്ള അവകാശത്തിനായിട്ട് സമരം ചെയ്ത സഹോദരിമാരുള്ള ദേശമാണ് നമ്മുടെ കേരളം. അവർ സ്വാതന്ത്ര്യം നേടിയെടുത്ത, അവർ സമരം ചെയ്ത നേടിയെടുത്ത മാറുമറയ്ക്കുന്ന വസ്ത്രം ഇന്നെവിടെ? ഒരിഞ്ഞ് ദൂരെ കളഞ്ഞു. വല്ല നാണവും ലക്ഷ്യമില്ലാതെ അവൻ മുന്നോട്ട് പോകുന്ന ഒരു തലമുറ ദൈവസന്നിധിയിൽ വരുമ്പോഴും ചിന്തിക്കുക. മാന്യവും യോഗ്യമായ വസ്ത്രം ധരിച്ച ദൈവസന്നിധിയിൽ വരണമെന്ന് വചനം പറയുമ്പോൾ പാസ്റ്റർമാരുടെ ഭാര്യ എന്ന് പറയുന്നവരും പ്രിയമുള്ളവരെ ലജ്ജിക്കേണ്ട കാലഘട്ടം. സാത്താൻ മനുഷ്യന്റെ ഉടുവസ്ത്രം ഉരിഞ്ഞു കളഞ്ഞിരിക്കുകയാണ്. നോക്കി, ഇന്നത്തെ പച്ച പരിഷ്കാരികൾക്ക് നഗ്നതാ പ്രകടനം ഒരു ഫാഷനായിട്ട് മാറിയിരിക്കുകയാണ്.
ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഇന്നത്തെ പച്ച പരിഷ്കാരികൾ അഹരോനോട് ദൈവം പറഞ്ഞു, പുറപ്പാട് 32-ന്റെ പുറപ്പാട് 20-26 ഇപ്രകാരം പറഞ്ഞു. പുറപ്പാട് 20-26 പുറപ്പാട് എന്റെ യാഗപീഠത്തിങ്കൽ നിന്റെ നഗ്നത കാണാതിരിപ്പാൻ അതിങ്കൽ പടികളാൽ കയറരുത്. നോക്കിക്കേ, എന്റെ യാഗപീഠത്തിങ്കൽ നിന്റെ നഗ്നത കാണാതിരിപ്പാൻ നീ അതിങ്കൽ പടിമേൽ കയറരുത് എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ നാം വരുമ്പോൾ നമ്മുടെ നഗ്നത കാണിക്കാനുള്ള സ്ഥലമല്ല ദൈവത്തിന്റെ ആലയം. നോക്കിക്കേ, പാശ്ചാത്യന്റെ നഗ്ന സംസ്കാരം ആനുകരിക്കുന്ന തലമുറ കുട്ടി നിക്കറും അത് നക്കമുള്ള കുട്ടിയുടെ പോക്കയിട്ട് ദൈവസന്നിധിയിൽ കടന്നു വരുന്ന ഒരു തലമുറ എവിടെ നിൽക്കുന്നു? ദൈവത്തിന്റെ വചനത്തിന്റെ ഉപദേശം ലോകത്തോട് ചേർന്ന് നടക്കുന്ന തലമുറ ബ്യൂട്ടി പാർലറുകൾ എന്ന് പേരുള്ള പാർലറുകളിൽ കയറിയിറങ്ങി ബ്യൂട്ടീഷ്യന്മാർ എന്ന് പേരുള്ള ഡയറ്റീഷ്യന്മാരാൽ ഡയറ്റിയാക്കപ്പെട്ട ഒരു തലമുറ. ദൈവം കൊടുത്ത മനോഹരമായ തലമുടിയും ദൈവം കൊടുത്ത മനോഹരമായ താടിയും ചുണ്ടും ഒക്കെ വികൃതമാക്കപ്പെട്ട ഒരു തലമുറ പാപം വാതിൽക്കൽ കിടക്കുകയാണ്. ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് ഇന്ന് രാത്രികാലം പറയുന്നു, നീ ലോകത്തോട് ചേർന്ന് നടന്നാൽ ദൈവം നിന്നെ ശിക്ഷിക്കും, ദൈവം നിന്നെ അടിക്കും. സങ്കീർത്തനം 9:22 ഇങ്ങനെ പറയുന്നു, ദുഷ്ടതയിൽ തന്നെത്താൻ ഉറപ്പിക്കുകയും ചെയ്ത മനുഷ്യൻ ആദായെന്ന് പറയും. പ്രിയമുള്ളവരെ, ലോകത്തോട് ചേർന്ന് നടക്കുന്നവരോ അതോ ഈ ലോകത്തിന് അനുരൂപരാകാതെ തനിച്ചു പാർക്കുന്ന ജനമോ? ചിന്തിക്കുക, നാം ലോകത്തോട് ചേർന്ന് നടക്കുന്നവരാണോ? 60-70 വർഷം കഴിയുമ്പോൾ ഈ ദൈവമൂതിയ ജീവശ്വാസം എടുക്കുമ്പോൾ ഇത് മണ്ണിലേക്ക് കൊണ്ടുവെക്കാനുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ കാണുന്ന ഏച്ചുകെട്ടലും വെച്ചുകെട്ടലും കുട്ടിയും പെയിന്റും ഒന്നും ദൈവത്തിന്റെ വചനത്തിന് ചേർന്നതല്ല. നാം ലോകത്തോട് ചേർന്ന് നടക്കുവാനല്ല, പിന്നെയോ ദൈവമക്കൾ തനിച്ച് പാർക്കുന്ന ജനമാണ്. എന്റെ മോളെ ഒറ്റപ്പാലത്ത് നഴ്സിംഗ് കോളേജിലേക്ക് അയച്ചപ്പോൾ ഞാനൊരു ഡയറി എടുത്ത് ഒരു 10 നിർദ്ദേശങ്ങൾ എഴുതി കൊടുത്തു വിട്ടു. നീ അവിടെ ചെലവ് ഇങ്ങനെയൊക്കെ ആയിരിക്കണം. അവള് പോയിട്ട് പറഞ്ഞു, അച്ചാച്ചാ എല്ലാരും ഇങ്ങനെ. ഞാൻ പറഞ്ഞു, മോളെ വിശുദ്ധ വേദപുസ്തകം ഒരു വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, നീ ബഹുജനത്തെ അധികരിച്ച് പാപം ചെയ്യരുത്. നീ ഒറ്റയ്ക്കേ ഉള്ളെങ്കിലും ആൾക്കൂട്ടത്തിൽ തനിയാണെങ്കിലും നീ ദൈവവചനത്തിൽ ഇവിടെ നിൽക്കണം. നമുക്ക് ഉപദേശിക്കാനേ പറ്റത്തുള്ളൂ. തലമുറകൾ വഴിതെറ്റി പോകുവാൻ വളരെ സാധ്യതയുള്ള ലോകം. ഓക്കെ, ദൈവത്തിന്റെ വചനത്തിലേക്ക് വരാം. ഇതാ തനിച്ച് പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. നാം എങ്ങനെ തനിച്ച് പാർക്കണം? ഒന്ന്, ഈ ലോകത്തിന് അനുരൂപരാകാതെ തനിച്ച് പാർക്കണം. ഇനി 2 വായിക്കാം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 20-ാമത്തെ വാക്യം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായി യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായി യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 2-ാമത്തെ പോയിന്റ് ശ്രദ്ധിക്കണമേ. കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തുകൊണ്ട് തനിച്ച് പാർക്കുന്ന ജനം. 1-ാമത്തെ പോയിന്റ് എന്താ ശ്രദ്ധിച്ചത് മോനെ? ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. എന്താണ്? ഈ ലോകത്തിന് അനുരൂപരാകാതെ തനിച്ച് പാർക്കുന്ന ജനം. 2, യേശുവിന്റെ വരവിന് വേണ്ടി കാത്തുകൊണ്ട് തനിച്ച് പാർക്കുന്ന ജനം. നമുക്കറിയാം, മുഴുവൻ ക്രൈസ്തവ ലോകത്തിന്റെയും പ്രത്യാശയാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ 2ാം വരവ്. 1-ാം വരവിനെ സംബന്ധിച്ച് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിന്റെ ഇരട്ടിയിലധികം പ്രവചനങ്ങൾ 2-ാം വരവിനെ സംബന്ധിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1-ാം വരവിനെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള എല്ലാ പ്രവചനങ്ങളും കൃത്യമായി നിറവേറിക്കൊണ്ടാണ് യേശു കർത്താവ് 1-ാമത് ഭൂമിയിലേക്ക് വന്നതെങ്കിൽ ഇനി 2-ാം വരവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളെല്ലാം നിറവേറിക്കൊണ്ടിരിക്കുന്നു. കർത്താവ് എത്രയും വേഗം തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ കടന്നു വരും. നാം യേശുവിന്റെ വരവിന് വേണ്ടി കാത്തുകൊണ്ട് തനിച്ചു പാർക്കുന്ന ജനമായിരിക്കണം. അമേരിക്കയിൽ നിന്നും ചന്ദ്രയാത്ര നടത്തി മടങ്ങിയെത്തിയ കേണൽ ജെയിംസ് ഇർവിൻ എന്ന ബഹിരാകാശ സഞ്ചാരി വർഷങ്ങൾക്ക് മുമ്പ് ഭാരതം സന്ദർശിച്ചു. അദ്ദേഹം ഭാരതം സന്ദർശിച്ചപ്പോൾ പറഞ്ഞ ഒരു പ്രസ്താവന വളരെ ചിന്തനീയമാണ്.
ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങി നടക്കുവാൻ അപൂർവ ഭാഗ്യം ലഭിച്ച കേണൽ ജെയിംസ് ഇർവിൻ പറഞ്ഞത്, മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയാലും അവിടെ നടന്നതും ലോക ചരിത്രത്തിലെ ഏറ്റവും വലുതും മഹത്തായമായ കാര്യമാണ്. എന്നാൽ അതിനേക്കാൾ വലിയൊരു കാര്യം ഈ ലോകത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇന്നേക്ക് 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് അവൻ സ്വർഗത്തെക്കാൾ ഉന്നതനായ അനന്തകോടി ദൂതന്മാരുടെ ആരാധ്യനായ അഖിലാണ്ടത്തിന്റെ ഉടയവനായ എന്റെയും നിങ്ങളുടെയും സൃഷ്ടിതാവായ സർവശക്തനായ ദൈവം അവൻ മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചതും 33.5 തിരുവർഷം പാപം കൂടാതെ ഈ ഭൂമിയിൽ പാർത്തതുമാണ് ഏറ്റവും വലിയ സംഭവം. ഹല്ലേലൂയ. ഈ കർത്താവ് നമുക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ട്. എന്താണ്? യോഹന്നാൻ 14:3 വായിക്കാം. യോഹന്നാൻ 14:3. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെ വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ കരങ്ങളെ അടിച്ച് പാട്ട് പാടാം. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി ക്ലേശം തീർന്നു നാം നിത്യം വസിപ്പാൻ വാസമൊരുക്കാൻ പോയ പ്രിയൻ താൻ വാസമൊരുക്കാൻ പോയ പ്രിയൻ താൻ രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് എത്രയും വേഗം വരാൻ പോവുക. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജനത എല്ലാ കാലത്തും ലോകത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജനത എല്ലാ കാലത്തും ലോകത്തിലുണ്ട്. നമുക്കറിയാം, 1-ാം നൂറ്റാണ്ടിൽ പീഡനത്തിന്റെ നടുവിൽ നഷ്ടപ്പെടുവാൻ ചങ്ങലകളല്ലാതെ മറ്റൊന്നുമില്ലാതിരുന്ന ആദിമസഭ പ്രാർത്ഥിച്ചു, മാറാനാഥ. എന്തായി മാറാനാഥ എന്ന് പറഞ്ഞാൽ? ആമേൻ, കർത്താവായ യേശുവേ വരയണമേ. ഓക്കേ, ആദിമസഭ പ്രാർത്ഥിച്ചു, ആമേൻ, കർത്താവായ യേശുവേ വരയണമേ. എന്നാൽ ഇന്ന് നഷ്ടപ്പെടുവാനും ഛേദം വരുവാനും കോടികളുടെ സമ്പത്തുള്ള ഇന്നത്തെ സഭകൾ പ്രാർത്ഥിക്കുന്നു, മാറൂ നാഥ. കർത്താവേ, ഇപ്പോഴൊന്നും വരണ്ട. ഈ മാറാനാഥ എന്നത് അരാമ്യ ഭാഷയും മാറൂനാഥ എന്നത് തനി നാടൻ മലയാളവുമാണ്. 1-ാം നൂറ്റാണ്ടിലെ പീഡനത്തിന്റെ നടുവിൽ സഭ ഈ പീഡനത്തെ അതിജീവിക്കുവാൻ അവർക്ക് കരുത്ത് ലഭിച്ചത് യേശു ക്രിസ്തുവിന്റെ 2-ാം വരവിനെ കുറിച്ചുള്ള പ്രത്യാശയാണ്. എന്നാൽ ഇന്നോ 5 സ്റ്റാർ സൗകര്യമുള്ള നമ്മുടെ വീടുകൾ, 5 സ്റ്റാർ സൗകര്യമുള്ള നമ്മുടെ പള്ളികൾ, 5 സ്റ്റാർ സൗകര്യമുള്ള നമ്മുടെ ഹോളുകൾ, ഇതിന്റെയൊക്കെ തണലിൽ AC സൗകര്യമുള്ള ജനത പ്രാർത്ഥിക്കുന്നു, മാറൂനാഥ. കർത്താവേ, ഉടനെ ഒന്നും വന്ന് ശല്യപ്പെടുത്തരുത്, ഞങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വേഗം വരും. വചനം പറയുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായിട്ട് വരുമെന്ന് നാം കാത്തിരിക്കുന്നു. നമ്മുടെ കർത്താവ് എത്രയും വേഗം വിശുദ്ധന്മാരെ ചേർക്കാൻ വരാൻ പോകുകയാണ്. മറ്റുള്ള ആരും പറഞ്ഞതുപോലെയല്ല. ലോക ചരിത്രത്തിലേക്ക് നോക്കിയാൽ എത്രയോ ഉന്നതന്മാരെ, എത്രയോ മിടുമിടുക്കന്മാരെ, ചരിത്ര പുരുഷന്മാരെന്നും യുഗപുരുഷന്മാരെന്നും പുണ്യാത്മാക്കളെന്നും പുണ്യവതികളെന്നും ലോകം വാഴ്ത്തിയ അനേകം മിടുക്കന്മാരെ കാണുവാൻ സാധിക്കും. ലോകത്തെ കെടുകട വിറപ്പിച്ച രാജാക്കന്മാർ, മഹാസമുദ്രത്തിന് നേരെ പോലും വാളോങ്ങിയ ചക്രവർത്തിമാർ, പുത്തൻ കണ്ടുപിടുത്തങ്ങൾക്ക് വഴിമരുന്നിട്ട ശാസ്ത്രജ്ഞന്മാർ, ജ്യോതിർഗോളങ്ങളെ പോലും അമ്മാനമാടുവാൻ തക്കവണ്ണം ഉയരങ്ങൾ കീഴടക്കിയ ശാസ്ത്ര കുതുകികൾ, ആഴക്കടലിന്റെ ആഴങ്ങളിൽ പോലും വിജ്ഞാനത്തിന്റെ മണിമത്തുകൾ തേടിയ ശാസ്ത്രലോകത്തെ ഗവേഷകന്മാർ, ആറ്റത്തെ വിഭജിക്കുകയും ആറ്റം ബോംബ് ഉണ്ടാക്കുകയും ചെയ്യുന്ന ആണവ വിദഗ്ധന്മാർ, കമ്പ്യൂട്ടറുകളിൽ വിസ്മയം സൃഷ്ടിക്കുന്ന സൂപ്പർസോണിക് വിമാനങ്ങളും അത്യാധുനിക കമ്പ്യൂട്ടറുകളും നിർമ്മിക്കുന്ന IT വിദഗ്ധന്മാർ, മനുഷ്യ ശരീരത്തിലെ ഹൃദയം ഉൾപ്പെടെയുള്ള ആന്തരിക
അവയവങ്ങളെ മാറ്റിവെക്കുവാൻ കെൽപ്പുള്ള പിശകുരന്മാർ, ഡോക്ടർമാർ, ഇവരൊക്കെ ശാസ്ത്രത്തിന്റെ പെരുവഴിയിലൂടെ ഒരു നൂറ്റാണ്ടുകാലം സഞ്ചരിച്ചിട്ടും മരണത്തിന് മുന്നിൽ ഉത്തരമുട്ട് നിൽക്കുമ്പോൾ, മരണത്തിനപ്പുറം എന്തെന്ന ചോദ്യത്തിന് മുന്നിൽ ആമേൻ ഉത്തരമുട്ട് നിൽക്കുമ്പോൾ, ഇവരുടെയൊക്കെ ശവക്കല്ലറകളിൽ എല്ലും പല്ലും പുല്ലും മാത്രം ശേഷിച്ചിരിക്കുമ്പോൾ ലോകത്തിൽ ഒരുവന്റെ കല്ലറ മാത്രം തുറന്നു കിടക്കുന്നു. അതിന്റെ നസ്രയനായ യേശുവിന്റെ കല്ലറയാണ്. ഹല്ലേലൂയ. ഈ യേശു എന്തുകൊണ്ടാണ് കല്ലറ തുറന്നു കിടക്കുന്നത്? വചനം പറയുന്നു, അവിടുന്ന് അവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഹല്ലേലൂയ. ഈ യേശു പറയുന്നു, ഇതാ ഞാൻ വേഗം വരും, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും അത് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ചോദ്യം, നാം ഈ കർത്താവിന്റെ വരവിന് വേണ്ടി നോക്കി പാർക്കുന്ന ജനമാണോ? നാം ഈ കർത്താവിന്റെ വരവിന് വേണ്ടി നോക്കി പാർത്തുകൊണ്ട് തനിച്ച് പാർക്കുന്ന ജനമാണോ? പ്രിയമുള്ളവരെ, പുതിയ നൂറ്റാണ്ട് ആരംഭിച്ചത് മുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ നമ്മുടെ കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കും. ഭൂമിയിലും ഭൂമിയുടെ ഘടനയിലും അന്തരീക്ഷത്തിലും കാലാവസ്ഥയിലും മനുഷ്യരിലും മൃഗങ്ങളിലും മനുഷ്യ സ്വഭാവത്തിലും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഒരു മഹാസംഭവത്തിന്റെ മുന്നറിയിപ്പാണ്. ഭൂമിയും അതിലുള്ള പണികളും ദൈവകോപത്തിന്റെ തീയിൽ വെന്തെരിയാൻ പോകുകയാണ്. മനുഷ്യരും മൃഗങ്ങളും സസ്യങ്ങളും ഒക്കെ പുതിയ പുതിയ മാരക രോഗങ്ങളാൽ ദുരിതപ്പെട്ടുകൊണ്ടിരിക്കുന്നു. യന്ത്രമനുഷ്യരും കൃത്രിമ മനുഷ്യരും കൃത്രിമ മൃഗങ്ങളും ഒക്കെ ആവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. മഹതിയാം ബാബിലോൺ പണി തീരാറായിരിക്കുന്നു. സാത്താനെ ആരാധിക്കുന്നവർ വർദ്ധിച്ചു വരുന്നു. മദ്യവും മയക്കുമരുന്നും ലൈംഗിക തൊഴിലാളികളും സമൂഹത്തിൽ പിടിമുറുക്കിയിരിക്കുന്നു. അക്രമങ്ങളും കലാപങ്ങളും ബോംബ് സ്ഫോടനങ്ങളും ഒക്കെ പെരുകിയിരിക്കുന്നു. അങ്ങനെ കൊണ്ട് പറഞ്ഞു പോയാൽ രാത്രി മുഴുവനും പ്രസംഗിച്ചാലും തീരത്തില്ല. പ്രിയമുള്ളവരെ, ഇതൊക്കെ കാണുമ്പോൾ മനുഷ്യൻ ബോംബുകളായിട്ട് പൊട്ടിത്തെറിക്കുന്ന ഭീകര കൊലയാളികളെ വളർത്തിയെടുക്കുന്ന ഈ അസഹിഷ്ണു നിറഞ്ഞ ലോകത്തില് ഇതൊക്കെ കാണുമ്പോൾ ഓർക്കുക, എന്റെ കർത്താവിന്റെ കാൽ അടുക്കേ വാതിൽക്കലായിരിക്കുന്നു. നാം യേശുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ? നാം കർത്താവിന്റെ വരവിനായി നോക്കി പാർത്തുകൊണ്ട് തനിച്ച് പാർക്കുന്ന ജനമാണോ? ഇതാ തനിച്ച് പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. രണ്ട് മേഖലകൾ നമ്മൾ കണ്ടു, തനിച്ചു പാർക്കേണ്ട രണ്ട് മേഖലകൾ. ഒന്ന് ഏതായിരുന്നു? ഈ ലോകത്തിന് അനുരൂപമാകാതെ തനിച്ച് പാർക്കണം. രണ്ട്, കർത്താവിന്റെ വരവിനായിട്ട് കാത്തുകൊണ്ട് തനിച്ച് പാർക്കണം, വിശുദ്ധിയും വേർപാടുമായ ജീവിതം നയിക്കണം. മൂന്ന് ഒരു പോയിന്റ് കൂടെ ചിന്തിച്ച് ചിന്ത അവസാനിപ്പിക്കാം. എസ്തേറിന്റെ പുസ്തകം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം. എസ്തേർ 3:8. പിന്നെ ഹാമാൻ അഹശ്വേരോശ് രാജാവിനോട്, നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ ഒരു ജാതി ചിന്നിച്ചിതറി കിടക്കുന്നു. അവരുടെ ന്യായപ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികളിലും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവർ രാജാവിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നു. അനുസരിക്കുന്നതുമില്ല. അതുകൊണ്ട് അവരെ മതി. വചനം ഇങ്ങനെ പറയുന്നു, ഹാമാൻ അഹശ്വേരോശ് രാജാവിനോട് പറയുകയാണ്, നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ ഒരു ജാതി ചിതറിക്കിടക്കുന്നു. എന്താ അവരുടെ കുഴപ്പം? അവരുടെ ന്യായപ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികളുടേതിനോടും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അവർ രാജാവിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നില്ല. ഇതിൽ നിന്ന് ഞാൻ കണ്ടെത്ത പോയിന്റ്, വ്യത്യസ്ത ന്യായപ്രമാണമുള്ള തനിച്ചു പാർക്കുന്ന ജനം. മൂന്നാമത്തെ പോയിന്റ്, വ്യത്യസ്ത ന്യായപ്രമാണമുള്ള തനിച്ച പാർക്കുന്ന ജനം. പ്രിയമുള്ളവരെ, ദൈവജനം എല്ലാ കാലത്തും വ്യത്യസ്തരാണ്. എന്താണ് അവരെ വ്യത്യസ്തരാക്കുന്നത്? അവർക്ക് ലോക മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമായ ഒരു പ്രമാണമുണ്ട്. നമുക്കറിയാം, ദൈവം തന്നെ ജനത്തെ മിസ്രൈമിൽ നിന്നും അവർ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവർ ദൈവത്തിന്റെ ജനമായിരിക്കേണ്ടതിന്, അവർ വ്യത്യസ്ത ജനമായിരിക്കേണ്ടതിന് അവർക്കൊരു പ്രമാണം കൊടുത്തു. ആ പ്രമാണത്തിന്റെ അന്തസ്സത്തെയും സാരാംശവുമാണ് ദൈവത്തിന്റെ 10 കൽപ്പനകൾ. ആരായത് എഴുതി കൊടുത്തത്? പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 15-16 വാക്യങ്ങൾ. പുറപ്പാട് 32-15-16 വാക്യങ്ങൾ. മോശെ തിരിഞ്ഞ് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി, സാക്ഷ്യത്തിന്റെ പലക രണ്ടും അവന്റെ കയ്യിലുണ്ടായിരുന്നു. പലക ഇപ്പുറവും അപ്പുറവുമായി ഇരുവശത്തും എഴുതിയതായിരുന്നു. പലക ദൈവത്തിന്റെ പണിയും
പലകയിൽ പതിഞ്ഞ എഴുത്ത് ദൈവത്തിന്റെ എഴുത്തുമായിരുന്നു. അപ്പൊ നമുക്കൊരു കാര്യം പിടികട്ടെ, ഇത് ആരാ എഴുതി കൊടുത്തത്? പലക ദൈവത്തിന്റെ പണിയും പലകയിൽ പതിഞ്ഞ എഴുത്ത് ദൈവത്തിന്റെ എഴുത്തുമായിരുന്നു. അപ്പൊ എന്റെ ചോദ്യം, അതെന്താ വേറെ ആരെയും കൊണ്ട് എഴുതിക്കാതെ ദൈവം തന്നെ നേരിട്ട് എഴുതിയത്? മനുഷ്യന്റെ യാതൊരു വിധമായ ഇടപെടലിലും ഈ പ്രമാണത്തിൽ ദൈവം അനുവദിക്കാത്തത് കൊണ്ട് തന്റെ യജ്ഞമയമായ വിരലുകൾ കൊണ്ട് ദൈവം തന്നെ പ്രമാണം എഴുതി കൊടുത്തു. ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ, മനുഷ്യന്റെ ബാഹ്യമായ യാതൊരു ഇടപെടലിലും ദൈവത്തിന്റെ പ്രമാണത്തിൽ അനുവദിക്കാത്തത് കൊണ്ട് ദൈവം തമ്പുരാൻ നേരിട്ട് തന്റെ പ്രമാണത്തെ എഴുതി കൊടുത്തു. ഇനി എന്റെ ചോദ്യം, എങ്ങനെയുള്ള പ്രമാണത്തെയാ കൊടുത്തത്? നെഹമ്യാവ് 9:13. നീ സീനായ് മലമേൽ ഇറങ്ങി ആകാശത്ത് നിന്ന് അവരോട് സംസാരിച്ച് അവർക്ക് ന്യായമായുള്ള ന്യായവിധികളും സത്യമായുള്ള ന്യായപ്രമാണങ്ങളും നല്ല ചട്ടങ്ങളും കൽപ്പനകളും കൊടുത്തു. നോക്കിയേ, അപ്പൊ ദൈവം കൊടുത്ത പ്രമാണത്തെ പറ്റി ദൈവത്തിന്റെ വചനം പറയുകയാണ്, ന്യായമായുള്ള വിധികൾ, സത്യമായുള്ള ന്യായപ്രമാണങ്ങൾ, നല്ല ചട്ടങ്ങളും കൽപ്പനകളും. ഇത് ഞാൻ ഊന്നി പറയുന്നതിന് കാരണമുണ്ട്. ഒന്നുകൂടെ പറയാം, ന്യായമായുള്ള വിധികൾ, സത്യമായുള്ള ന്യായപ്രമാണം, നല്ല ചട്ടങ്ങളും കൽപ്പനകളും. പന്ന ചട്ടങ്ങളാണോ? അല്ല. എന്നാൽ ഇന്ന് ലോകത്തിൽ ക്രിസ്ത്യാനികളെന്ന് പേർ വിളിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങളുണ്ട്. അവരിൽ ഭൂരിപക്ഷവും പറയുന്നത് ഈ ദൈവത്തിന്റെ 10 കൽപ്പനയാകുന്ന ന്യായപ്രമാണം ഞങ്ങൾക്ക് വേണ്ട, അത് കൊള്ളത്തില്ല, അത് യഹൂദന് കൊടുത്തതാണ്, അതനുസരിക്കുവാൻ ഞങ്ങൾ ബാധ്യസ്ഥരല്ല എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് ഊന്നി പറഞ്ഞത്. നല്ല ചട്ടങ്ങളും നല്ല കൽപ്പനകളും സത്യമായുള്ള ന്യായപ്രമാണങ്ങളും കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യ മുതൽ എത്യോപ്യ വരെ വ്യാപിച്ചു കിടന്ന അഹശ്വേരോസ് രാജാവിന്റെ 120 രാജ്യങ്ങളെ ഭരിച്ച പേർഷ്യൻ ചക്രവർത്തി അഹശ്വേരോസ് രാജാവിന്റെ സാമ്രാജ്യത്തിൽ വ്യത്യസ്ത ന്യായപ്രമാണമുള്ള ഒരു ജാതി ചിന്നിച്ചിതറി കിടന്നതുപോലെ ഇന്നത്തെ ലോകരാജ്യങ്ങളുടെ ഇടയിൽ വ്യത്യസ്ത ന്യായപ്രമാണമുള്ള ഒരു ജനത ചിന്നിച്ചിതറി കിടക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവരുടെ ന്യായപ്രമാണവും അവരുടെ ആരാധനയും അവരുടെ ആരാധനാ ദിവസവും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാണ്. ഭൂരിപക്ഷവും ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസമായ ഞായറാഴ്ച ആരാധിക്കുമ്പോൾ വ്യത്യസ്ത ന്യായപ്രമാണമുള്ള ജനത്തിന്റെ ആരാധന ആഴ്ചവട്ടത്തിന്റെ 7-ാം ദിവസമായ ശനിയാഴ്ചയായ വിശുദ്ധ ശബത്തിലാണ്. ഭൂരിപക്ഷവും കയ്യിൽ കിട്ടുന്നതെല്ലാം സ്തോത്രം പറഞ്ഞ് ഭക്ഷിക്കാം എന്ന് പറയുമ്പോൾ വ്യത്യസ്ത ന്യായപ്രമാണമുള്ള ജനത്തിനത് പറ്റത്തില്ല. അവർ വ്യത്യസ്ത പ്രമാണമുള്ളവരാണ്. അവർ യഹൂദ ഗോത്രത്തിലെ സിംഹത്തിന്റെ സന്തതികളാണ്. ആരുടെ സന്തതികളാണ്? യഹൂദ ഗോത്രത്തിലെ സിംഹത്തിന്റെ സന്തതികൾ. അവർക്ക് ലോകത്തോട് ചേർന്ന് നടക്കാൻ പറ്റത്തില്ല. ഒരിക്കല് ഒരു കർഷകന്, കുഞ്ഞുങ്ങൾക്ക് ഈ കഥയൊക്കെ കേൾക്കാൻ വലിയ താല്പര്യം അല്ലേ മോനെ? ഓക്കെ. ഒരിക്കലും ഒരു കർഷകന് വനാന്തരത്തിൽ വെച്ച് ഒരു സിംഹക്കുഞ്ഞിനെ കിട്ടി. എന്താ കിട്ടി മോനെ? ഒരു സിംഹക്കുഞ്ഞിനെ കിട്ടി, കുഞ്ഞു സിംഹത്തെ കിട്ടി. അദ്ദേഹത്തെ അതിനോട് പാവത്തം തോന്നിയ ആ കർഷകൻ ആ സിംഹക്കുഞ്ഞിനെ കൂട്ടിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. തന്റെ ആട്ടിൻപറ്റത്തോടൊപ്പം അതിന് പാല് കൊടുത്ത് അതിനിങ്ങനെ വളർത്തി. ഈ സിംഹക്കുഞ്ഞ് ഈ ആട്ടിൻകൂട്ടത്തോടൊപ്പം ചാടിക്കളിക്കുകയും ഓടിക്കളിക്കുകയും ഈ ആട്ടിൻപറ്റ മേയാൻ പോകുമ്പോൾ പുൽപ്പുറത്ത് അവരോടൊപ്പം പോവുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഒരു ദിവസം ആട്ടിൻപറ്റത്തോടൊപ്പം പുൽമേടുകളിൽ ഈ സിംഹക്കുഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സിംഹം ദൂരെ നിന്ന് ഈ കാഴ്ച കണ്ടു. ആ സിംഹക്കുഞ്ഞിനെ അടുത്ത് വിളിച്ചു. അവനെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, നീ ഈ ആട്ടിൻകൂട്ടത്തിന്റെ കൂടെ നടക്കേണ്ടവനല്ല, നീ ഈ ആട്ടിൻകൂട്ടത്തിന്റെ കൂടെ നടക്കേണ്ടവനല്ല. നമ്മൾ വേറെ വർഗമാണ്, നമ്മൾ സിംഹങ്ങളാണ്. ഈ സിംഹക്കുഞ്ഞിനെ കൂട്ടി ഈ വലിയ സിംഹം ജലാശയത്തിന്റെ അടുക്കലേക്ക് പോയി. വെള്ളത്തിൽ നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോഴാണ് അവൻ ആരാണെന്നുള്ള തിരിച്ചറിവ് അവനുണ്ടായത്.
പ്രിയമുള്ളവരെ, വെള്ളത്തിൽ നോക്കിയപ്പോൾ അവന് തിരിച്ചറിവുണ്ടായി താൻ ആരാണെന്നുള്ള ബോധമുണ്ടായി. ഒരു കാലത്ത് നമ്മളും ഇതുപോലെ തെറ്റായ ആട്ടിൻ കൂട്ടങ്ങളിലായിരുന്നു. യഹൂദ ഗോത്രത്തിലെ സിംഹം ഹല്ലേലൂയ നമ്മളെ കണ്ടിട്ട് വിളിച്ചുകൊണ്ടുപോയി മാറ്റി നിർത്തിയിട്ട് തന്റെ മാറ്റമില്ലാത്ത തിരുവചനമാകുന്ന കണ്ണാടി നമ്മെ കാണിച്ചു. അത് കണ്ടപ്പോഴാ നമുക്ക് നാം ആരാണെന്നുള്ള തിരിച്ചറിവുണ്ടായതും തെറ്റായ ആട്ടിൻകൂട്ടങ്ങളെ വിട്ടിട്ട് യഹൂദ ഗോത്രത്തിന്റെ സിംഹത്തിന്റെ സന്തതികളായതും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യഹൂദ ഗോത്രത്തിന്റെ സിംഹത്തിന്റെ സന്തതികൾക്ക് വ്യത്യസ്തമായ ഒരു ന്യായപ്രമാണമുണ്ട്, വ്യത്യസ്തമായ ഒരു പ്രമാണമുണ്ട്. ലോകമനുഷ്യരിൽ നിന്നും വ്യത്യസ്തമായ പ്രമാണം. നമുക്കറിയാം, എല്ലാ കാലത്തും സത്യം അനുസരിക്കുന്നവർ ഒരു ചെറിയ കൂട്ടം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ചെറിയ നോഹയുടെ കാലം നോക്ക്. ഒരു നൂറ്റാണ്ട് കാലം നോഹയപ്പച്ചൻ തൊണ്ടകീറി പ്രസംഗിച്ചിട്ടും 8 എണ്ണത്തിന് മാത്രമേ 8 എണ്ണത്തിനെ കിട്ടിയുള്ളൂ. ലോത്തിന്റെ കാലത്ത് നോക്കിയാലും വളരെ ഇല്ല, വിരലേലെണ്ണാന്നേ ഉള്ളൂ. എല്ലാ കാലത്തും സത്യമനുസരിക്കുന്നവർ ചുരുക്കമായിരിക്കും. ഒരിക്കൽ കഥയെ കൂടെ പറയാം. ഒരു കുറുക്കൻ സിംഹത്തോട് പറഞ്ഞു, തിരുമേനി, ഞാനൊന്ന് പ്രസവിച്ചു, മക്കൾ 10 എണ്ണം. സിംഹം ആദ്യം ഒന്നും പറഞ്ഞില്ല. പിന്നെയും ഈ കുറുക്കൻ മേനി പറച്ചൽ തുടർന്നപ്പോൾ സിംഹം പറഞ്ഞു, നിനക്ക് മക്കൾ 10 എണ്ണമാണ്, പക്ഷെ ഞങ്ങൾ ഈ സിംഹങ്ങൾ പ്രസവിച്ചാൽ ഇങ്ങനെ 10 15 ഒന്നും കാണത്തില്ല. ചിലപ്പോ ഒന്നോ ഒരു മുറിയോ ഒക്കെ കാണത്തുള്ളൂ. പക്ഷെ അത് സിംഹത്തിന്റെ സന്തതിയാണ്. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, സത്യം അനുസരിക്കുന്നവർ എല്ലാ കാലത്തും ഒരു ചെറിയ കൂട്ടമാണ്. യഹൂദ ഗോത്രത്തിലെ സിംഹത്തിന്റെ സന്തതികൾക്ക് ഒരു വ്യത്യസ്തമായ ന്യായപ്രമാണമുണ്ട്. അതുകൊണ്ടാണ് ഹാമാൻ അഹസ്വേരോസ് രാജാവിനോട് പറഞ്ഞത്, നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ ഒരു ജാതി ചിന്നിച്ചിതറി കിടക്കുന്നു. അവരുടെ ന്യായപ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികളുടേതിനോടും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പ്രായമായി വരുന്നതോറും നാക്ക് വഴങ്ങുന്നില്ല. മറ്റുള്ള സകല ജാതികളുടേതിനോടും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. എന്റെ ചോദ്യം, ഈ യഹൂദ ഗോത്രത്തിലെ സിംഹത്തിന്റെ സന്തതികൾ എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ ന്യായപ്രമാണം മുറുകെ പിടിക്കുന്നത്? കാരണം ഒന്ന്, ഈ പ്രമാണം അനുസരിക്കുന്നവർക്കാണ് പാപത്തിന്റെ പരിജ്ഞാനമുള്ളത്. വായിക്കാം, റോമാലേഖനം 7-ാം അധ്യായം 7-ാമത്തെ വാക്യം. റോമർ 7:7. ആകയാൽ നാം എന്ത് പറയണ്ടു? ന്യായപ്രമാണം പാപമെന്നോ? ഒരു നാൾ വരുത്. എങ്കിലും ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറയാതിരുന്നു എങ്കിൽ ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു. അപ്പൊ നോക്കിക്കേ, യഹൂദ ഗോത്രത്തിലെ സിംഹത്തിന്റെ സന്തതികൾ ദൈവത്തിന്റെ ന്യായപ്രമാണം മുറുകെ പിടിക്കുന്നതിന്റെ കാരണം എന്താണ്? ഈ പ്രമാണം അനുസരിക്കുന്നവർക്കാണ് പാപത്തെ കുറിച്ചുള്ള പരിജ്ഞാനമുള്ളത്. ഒന്നാമത്തെ കാരണം പിടികിട്ടി. രണ്ട്, ഈ പ്രമാണം അല്ലെങ്കിൽ യഹൂദ ഗോത്രത്തിലെ സിംഹത്തിന്റെ സന്തതികൾ ദൈവത്തിന്റെ പ്രമാണം മുറുകെ പിടിക്കുന്നതിന്റെ കാരണം ഈ പ്രമാണം അനുസരിക്കുന്നവർക്കാണ് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. അപ്പൊ സംശയമായി. വായിക്കാം, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15-ാമത്തെ വാക്യം. യോഹന്നാൻ 14:15. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. വളരെ വ്യക്തമായ വചനം അല്ലേ? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. അങ്ങനെ കാത്തുകൊണ്ടാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവിടുന്ന് സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്ന ആർക്കാണ്? ദൈവത്തിന്റെ കൽപ്പനകളെ മുറുകെ പിടിക്കും. അപ്പൊ ഈ അല്ലാതെ കൽപ്പന അനുസരിക്കാത്തവർക്ക് ആത്മാവുണ്ടെന്ന് പറഞ്ഞ് ബഹളം കാണിച്ചാലോ അത് വേറെ ആത്മാവാണെന്നുള്ള ചിന്ത ഓർത്തുകൊള്ളുക. ദൈവത്തിന്റെ സ്തോത്രം. ഒരു വാക്കോട് ഉറപ്പിച്ച് പറയാം. അപ്പോസ്തലപ്രവൃത്തികൾ 5:32 ഇങ്ങനെ വായിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 5:32. ഈ
വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നു. വചനം വളരെ വ്യക്തമാണ്. ഈ വസ്തുതയ്ക്ക് ഞങ്ങളും, അടുത്ത് ശ്രദ്ധിക്കണം, ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകുന്ന പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനെ ആർക്കാ കൊടുക്കുന്നത്? യഹൂദ ഗോത്രത്തിലെ സിംഹത്തിന്റെ സന്തതികൾക്ക് എന്ന് പറഞ്ഞാൽ പ്രമാണം മുറുകെ പിടിക്കുന്നവർക്ക്. അപ്പൊ യഹൂദ ഗോത്രത്തിലെ സിംഹത്തിന്റെ സന്തതികൾ പ്രമാണം മുറുകെ പിടിക്കുന്നു. ഒന്നാമത്തെ കാരണം അവർക്കാണ് പാപത്തിന്റെ പരിജ്ഞാനമുള്ളത്. രണ്ടാമത്തെ കാരണം അവർക്കാണ് പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നത്. മൂന്നാമത്തെ കാരണം അവർക്കാണ് രോഗസൗഖ്യം കിട്ടുന്നത്. ആഹാ, 103 സങ്കീർത്തനം 3-ാമത്തെ വാക്യം. സങ്കീർത്തനം 103:3. അവൻ നിന്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ആരുടെ? 18-ാമത്തെ വാക്യം. അവന്റെ നിയമത്തെ പ്രമാണിക്കുന്നവർ, അവിടുത്തെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവന്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ. ഞാനൊന്നും പറഞ്ഞില്ല, വചനം കൃത്യമാണ്. അവിടുന്ന് നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവിടുന്ന് നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വിട്ടെടുക്കുന്നു. ആരുടെ? അവിടുത്തെ കൽപ്പനകളെ ഓർത്താചരിക്കുന്നവർക്കും. നോക്കിയ, ദൈവകൽപ്പനകളെ അനുസരിക്കുന്നവർക്കാണ് ശരിയായ രോഗസൗഖ്യം ദൈവം കൊടുക്കുന്നത്. അപ്പോൾ യഹൂദ ഗോത്രത്തിലെ സിംഹത്തിന്റെ സന്തതികൾ ദൈവത്തിന്റെ ന്യായപ്രമാണം മുറുകെ പിടിക്കുന്നു. കാരണം എന്താ? 4-ാമത്തെ കാരണം അവന്റെ സന്തതിയാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. വായിക്കാം, 112 സങ്കീർത്തനം 2-ാമത്തെ വാക്യം. സങ്കീർത്തനം 112:2. അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ആരുടെ സന്തതി? 1-ാമത്തെ വാക്യം. യഹോവയെ സ്തുതിപ്പീൻ, യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ അവന്റെ സന്തതി. ആരുടെ സന്തതിയാ? ദൈവകൽപ്പനകളെ മുറുകെ പിടിക്കുന്നവന്റെ സന്തതിയാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. യഹൂദ ഗോത്രത്തിലെ സിംഹത്തിന്റെ സന്തതികൾ ദൈവത്തിന്റെ ന്യായപ്രമാണം മുറുകെ പിടിക്കുന്നു. 1, അവർക്ക് പാപത്തിന്റെ പരിജ്ഞാനം. 2, അവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നു. 3, അവർക്ക് രോഗസൗഖ്യം കിട്ടുന്നു. 4, അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെടും. 5, അവരുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്. സദൃശവാക്യങ്ങൾ 28:9. സദൃശവാക്യങ്ങൾ 28:9. ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവന്റെ പ്രാർത്ഥന തന്നെയും വെറുപ്പാകുന്നു. അയ്യോ, ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവന്റെ പ്രാർത്ഥന തന്നെയും വെറുപ്പാകുന്നു. പ്രിയമുള്ളവരെ, യഹൂദ ഗോത്രത്തിലെ സിംഹത്തിന്റെ സന്തതികൾ ദൈവത്തിന്റെ ന്യായപ്രമാണം മുറുകെ പിടിക്കുന്നു. കാരണം അവരുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്. ഇനി വീണ്ടും 7, യഹൂദ ഗോത്രത്തിലെ സിംഹത്തിന്റെ സന്തതികൾ ദൈവത്തിന്റെ ന്യായപ്രമാണം മുറുകെ പിടിക്കുന്നു. എന്താ കാരണം? അവനാണ്, അങ്ങനെയുള്ളവർക്കാണ് സമാധാനമുള്ളത്. 119 സങ്കീർത്തനം 165-ാമത്തെ വാക്യം. സങ്കീർത്തനം 119, 165. നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്, അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. ദൈവത്തിന് സ്തോത്രം. നോക്കിയേ, ആർക്കാ മഹാസമാധാനമുള്ളത്? അങ്ങയുടെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യഹൂദ ഗോത്രത്തിലെ സിംഹത്തിന്റെ സന്തതികൾ ദൈവത്തിന്റെ ന്യായപ്രമാണം മുറുകെ പിടിക്കുന്നു. എന്താ കാരണം? ഈ പ്രമാണം വെച്ചാണ് ദൈവം നമ്മെ ന്യായം വിധിക്കുന്നത്. സംശയമുണ്ടോ? റോമാലേഖനം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം. റോമർ 2:12. ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. ന്യായപ്രമാണം ഉണ്ടായിട്ടും പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. തെളിവുകൾ ധാരാളമുണ്ട് കേട്ടോ. വെളിപ്പാടിലൊക്കെ തെളിവുകൾ ഇടയ്ക്ക് വായിക്കാൻ സമയമില്ല. ന്യായപ്രമാണം ഉണ്ടായിട്ടും പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. യഹൂദ ഗോത്രത്തിലെ സിംഹത്തിന്റെ സന്തതികൾ ദൈവത്തിന്റെ ന്യായപ്രമാണം മുറുകെ പിടിക്കണം. നോക്കിക്കേ, ഇതാ തനിച്ച് പാർക്കുന്ന ഒരു ജനം. അവർ എങ്ങനെ പാർക്കണം? വ്യത്യസ്ത ന്യായപ്രമാണമുള്ള തനിച്ച് പാർക്കുന്ന ജനം. ദൈവത്തിന് സ്തോത്രം. ഈ യഹൂദ ഗോത്രത്തിലെ സിംഹത്തിന്റെ സന്തതികളോട് യഹൂദ ഗോത്രത്തിലെ സിംഹത്തിന് ഒരു കാര്യം പറയാനുണ്ട്. മത്തായി 5:18. മത്തായി 5:18. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പൊ സത്യമായിട്ട് യേശു പറയാൻ കാരണം, ഈ പ്രമാണം മുറുകെ പിടിക്കണമെന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്ക് വേണ്ട, അത് കൊള്ളത്തില്ല, അത് യഹൂദന് കൊടുത്തതാണ്, അത് കർത്താവ് കുരിശിൽ തറച്ചു, ഞങ്ങൾ കൃപയ്ക്കും അപ്പുറത്തുള്ള വലിയ പുള്ളികളാണ് എന്ന് പറഞ്ഞുകൊണ്ട്
പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവർത്തിയാവുകയും ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ തലയ്ക്ക് മീതെ ആകാശവും നമ്മുടെ പാദങ്ങൾക്ക് കീഴെ ഭൂമിയുമുള്ള കാലത്തോളം ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയോ ഒരു പുള്ളിയോ ഒഴിഞ്ഞു പോകത്തില്ലെന്ന് വചനം പറയുമ്പോൾ, അങ്ങനെ ഒഴിഞ്ഞു പോകുമെന്ന് പഠിപ്പിക്കുന്ന പുള്ളികൾക്ക് അയ്യോ കഷ്ടം. തിരുവചനം പറയുന്നു, നാം തനിച്ച് പറക്കുന്ന ജനമായിരിക്കണം, ലോകത്തിന്റെ വഴികളിൽ പോകരുത്. പക്ഷെ എല്ലാവരും അങ്ങനെ നമുക്ക് അങ്ങനെ പോകാൻ പ്രമാണമില്ല. യഹൂദ ഗോത്രത്തിലെ സിംഹത്തിന്റെ സന്തതികൾക്ക് വ്യത്യസ്തമായ ന്യായപ്രമാണമുണ്ട്. പ്രിയമുള്ളവരെ, എന്റെ വാക്കുകളെ വിസ്മരിക്കാൻ പോവുകയാണ്. ചരിത്രത്തിലേക്ക് നോക്കാം. പ്രമാണത്തിന് വിരുദ്ധമായി പോരാടിയ അനേകം മിടുക്കന്മാരെ ലോക ചരിത്രം കണ്ടിട്ടുണ്ട്. പ്രമാണത്തിന് വിരുദ്ധമായി പോരാടിയ, പ്രമാണത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ച, ദൈവജനത്തെ നശിപ്പിക്കാൻ ശ്രമിച്ച, പ്രമാണം അനുസരിക്കുന്നവരെ ഈ ഭൂമിയുടെ മുഖത്ത് നിന്ന് ഇല്ലാതാക്കാൻ ശ്രമിച്ച അനേക വ്യക്തിത്വങ്ങളെ ചരിത്രത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അവരൊക്കെ എന്തിയെ? അവരൊക്കെ പ്രാണനെ വിട്ട് കൃമിക്കിരയായി തങ്ങളുടെ ശവക്കുഴിയിൽ പുഴുകുത്തിപ്പോയി. ശൂന്യാകാശത്തിലെങ്ങും ഞാൻ ദൈവത്തെ കണ്ടില്ലെന്ന് വീമ്പിളക്കിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരി യൂറി ഗഗാറിൻ എവിടെ? പ്രാണനെ വിട്ട കൃമിക്കിരയായി തന്റെ ശവക്കുഴിയിൽ പുഴുകുത്തിപ്പോയി. ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി, സ്വാതന്ത്ര്യം, സമത്വം, സഹോദര്യം തുടങ്ങിയ വിപ്ലവ മുദ്രാവാക്യങ്ങൾക്ക് രൂപകൽപ്പന കൊടുത്ത ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആചാര്യന്മാർ വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യോ തുടങ്ങിയ വിപ്ലവ നേതാക്കന്മാരിൽ അഗ്രഗണ്യനായ വോൾട്ടയർ നിരീശ്വരവാദ പ്രസ്ഥാനത്തിന്റെ ആണിക്കൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വോൾട്ടയർ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, അടുത്ത 20 വർഷം കഴിയുമ്പോൾ ക്രിസ്ത്യാനിത്വം ഈ ഭൂമിയുടെ മുഖത്ത് നിന്ന് തുടച്ചു മാറ്റപ്പെടും. അടുത്ത 100 വർഷം കഴിഞ്ഞാൽ വേദപുസ്തകത്തിന്റെ പ്രതി ഏതെങ്കിലും മ്യൂസിയത്തിൽ മാത്രമേ കണ്ടുകെട്ടാൻ സാധിക്കത്തുള്ളൂ. കേവലം 12 മീൻപിടുത്തക്കാരാൽ അടുത്തുയർത്തിയ ഈ ക്രിസ്ത്യാനിത്വം എന്ന പ്രസ്ഥാനമുണ്ടല്ലോ, എന്റെ ഏക കൈകൊണ്ട് ഇടിച്ച് നിരത്തി തരിപ്പണമാക്കി കളയും. പ്രിയമുള്ളവരെ, അടുത്ത 20 വർഷം കഴിഞ്ഞപ്പോൾ ലോകം കണ്ടത് ക്രിസ്ത്യാനിത്വത്തിന്റെ അന്ത്യമല്ല, ലോകം കണ്ടത് വിശുദ്ധ വേദപുസ്തകത്തിന്റെ അന്ത്യമല്ല, പിന്നെയോ സർവശക്തനായ ദൈവത്തെ വെല്ലുവിളിച്ച, വേദപുസ്തകത്തെ വെല്ലുവിളിച്ച വോൾട്ടയറിന്റെ അന്ത്യമായിരുന്നു. വോൾട്ടയർ എവിടെ? പ്രാണനെ വിട്ട കൃമിക്കിരയായി ശവക്കുഴിയിൽ പുഴുകുത്തിപ്പോയി. കുറുക്കനെ പോലെ അധികാരത്തിലെത്തി, സിംഹത്തെ പോലെ ഭരിച്ച അനേക ക്രൈസ്തവ ഭക്തന്മാരെ കൊന്നൊടുക്കി, സ്വന്തം മാതാവിനെ പോലും കുത്തി കൊലപ്പെടുത്തി, പ്രമാണത്തിന് വിരുദ്ധമായി പോരാടിയ റോമൻ ചക്രവർത്തി നീറോയുടെ പ്രാണനെ വിട്ട കൃമിക്കിരയായി ശവക്കുഴിയിൽ പുഴുകുത്തിപ്പോയി. യേശുക്രിസ്തു ദൈവമല്ലെന്നും ഏതോ കെട്ടുകഥയിലെ നായകനാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് പുസ്തകം എഴുതുവാൻ തീരുമാനിച്ച നിരീശ്വരവാദ പ്രസ്ഥാനത്തിന്റെ ആചാര്യൻ ഇംഗർസോളോട് പ്രാണനെ വിട്ട കൃമിക്കിരയായി ശവക്കുഴിയിൽ പുഴുകുത്തിപ്പോയി. ബാബിലോണിനെ പണിത ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യമാക്കുവാൻ ഇറങ്ങി പുറപ്പെട്ട മാസിഡോണിയയിലെ ഫിലിപ്പ് രാജാവിന്റെ മകൻ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി എവിടെ? ദൈവം അയച്ച ഒരു ചെറിയ കൊതുക് കുത്തി ജ്വരം ബാധിച്ച് പനി പിടിച്ച അദ്ദേഹം പ്രാണനെ വിട്ട കൃമിക്കിരയായി ശവക്കുഴിയിൽ പുഴുകുത്തിപ്പോയി. യൂറി ഗഗാറിനും വോൾട്ടയറും നീറോയും ഇംഗർസോളും അലക്സാണ്ടറും ഒക്കെ പ്രിയമുള്ളവരെ തങ്ങളുടെ ശവക്കുഴിയിൽ പുഴുകുത്തിപ്പോയപ്പോൾ പുഴുകുത്തിപ്പോകാത്ത ശരീരത്തിനുടമയായിട്ടുള്ള ഒരുവനെ മാത്രമേ ചരിത്രം കണ്ടിട്ടുള്ളൂ. അത് ഞാൻ പ്രസംഗിക്കുന്ന എന്റെ നസ്രയനായ യേശുക്രിസ്തുവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വാചകം ശ്രദ്ധിക്കണമേ. നാം നരകാഗ്നിയിൽ പുഴുകുത്തിപ്പോകാതിരിക്കാൻ അവിടുന്ന് നമുക്ക് ഒരു പ്രമാണം തന്നിട്ടുണ്ട്. ദൈവത്തിന്റെ 10 കൽപ്പനയാകുന്ന ന്യായപ്രമാണം.
ഹല്ലേലൂയ, ഹല്ലേലൂയ. രാത്രികാലം പറയട്ടെ, ഇതാ തനിച്ച് പാർക്കുന്ന ഒരു ജനം, വ്യത്യസ്ത ന്യായപ്രമാണമുള്ള തനിച്ച് പാർക്കുന്ന ജനം. ചോദിക്കട്ടെ, നാം പ്രമാണത്തിന് പുറംതിരിഞ്ഞു നിൽക്കുന്നവരോ പ്രമാണത്തിന്റെ വഴിയിൽ സഞ്ചരിക്കുന്നവരോ? പക്ഷേ ഞങ്ങൾക്ക് ആ പ്രമാണം വേണ്ട, അത് നിങ്ങളങ്ങ് എടുത്തോ. നാശത്തിലേക്കുള്ള പോക്കാണ്, നാശത്തിലേക്കുള്ള പോക്കാണ്. രാത്രികാലം കളഞ്ഞൂർ കൺവെൻഷന്റെ 2024 അവസാന രാത്രിയിൽ ദേശത്തോട് പറയട്ടെ, കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ആമേൻ, ഓൺലൈനിലൂടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നാം വ്യത്യസ്ത ന്യായപ്രമാണമുള്ള ജനമായി തനിച്ചു പാർക്കുന്നില്ലെങ്കിൽ നാം നാശത്തിലേക്കുള്ള പോക്കാണ്. ഇതാ തനിച്ച് പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. ഗായക സംഘം റെഡിയാകട്ടെ പാട്ടിനായിട്ട്. പ്രിയമുള്ളവരെ, രാത്രികാലം 3 പ്രധാനപ്പെട്ട ചിന്തകൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വെച്ചു. ഒന്ന്, നാം ഈ ലോകത്തിന് അനുരൂപരാകാതെ തനിച്ച് പാർക്കണം. 2, കർത്താവിന്റെ വരവിനായി നോക്കി പാർത്തുകൊണ്ട് തനിച്ച് പാർക്കണം. 3, വ്യത്യസ്ത ന്യായപ്രമാണമുള്ള ജനമായിട്ട് തനിച്ച് പാർക്കണം. ചോദിക്കട്ടെ, നാം ലോകത്തോട് ചേർന്ന് നടക്കുന്നവരോ ലോകത്തെ വിട്ട് ജീവിക്കുന്നവരോ? പ്രിയമുള്ളവരെ, നമ്മുടെ ആയുസ്സിന് യാതൊരു ഗ്യാരണ്ടിയുമില്ല. നമ്മുടെ ആയുസ്സിന് യാതൊരു ഗ്യാരണ്ടിയുമില്ല. ഏത് സമയത്തും പുഴുകുത്തി പോകാൻ സാധ്യതയുണ്ട്. രാത്രികാലം മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ രക്ഷയുണ്ട്. നമുക്ക് ലഭിക്കുന്ന അവസാനത്തെ അവസരം മാനസാന്തരപ്പെടുവാൻ, രക്ഷയിലേക്ക് വരുവാൻ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ ലഭിക്കുന്ന അവസാനത്തെ അവസരം. എത്ര പേർ തീരുമാനമെടുക്കും? തിന്നും കുടിച്ചും ലോകത്തിന്റെ മോഹങ്ങളിൽ ആമേൻ ലോക മനുഷ്യനെ കാണിക്കുവാൻ കെട്ടി ഒരുങ്ങി എഴുന്നള്ളിച്ച് നടക്കുന്ന ലോകമേ, നാം തനിച്ച് പാർക്കുന്ന ജനമാകണം. ലോകത്തിന്റെ മാലിന്യങ്ങൾ, ലോകത്തിന്റെ വേണ്ടാധീനങ്ങൾ, ലോകത്തിന്റെ ആഡംബരങ്ങൾ, ലോകത്തിന്റെ പേക്കൂത്തുകൾ, ഇതൊക്കെ വിട്ടിട്ട് ദൈവസന്നിധിയിലേക്ക് വരണം. കർത്താവിന്റെ വരവിനായിട്ട് നോക്കി പാർക്കണം. നമ്മുടെ പ്രത്യാശ യേശു ക്രിസ്തുവിന്റെ വരവാണ്. അങ്ങനെ നോക്കി പാർക്കണമെങ്കിൽ നമുക്കൊരു വ്യത്യസ്ത പ്രമാണമുണ്ടായിരിക്കണം. ലോകമനുഷ്യൻ പ്രമാണങ്ങൾക്ക് പുറം തിരിഞ്ഞു നിൽക്കുമ്പോൾ ദൈവിക പ്രമാണങ്ങളുടെ വഴിയിൽ സഞ്ചരിക്കുവാൻ ഇന്ന് രാത്രികാലം കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. എത്ര പേര് തീരുമാനമെടുക്കണം? ചുറ്റുമിരിക്കുന്ന ആരെയും നോക്കണ്ട. കർത്താവേ, കഴിഞ്ഞ 4 രാത്രികൾ, ഈ 4 രാത്രികളിലായിട്ട് ഞാൻ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തനിച്ചു പാർക്കുന്ന ജനമായിരിക്കണമെന്ന് എന്റെ ദൈവത്തിന്റെ വചനത്തിലൂടെ എന്നെ ഓർപ്പിച്ചല്ലോ. ഇനി എനിക്കൊരു അവസരം ലഭിക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ഇന്ന് രാത്രികാലം എന്റെ കർത്താവ് എനിക്കായി സ്വന്തമായി ഞാൻ ലോകത്തോട് വേർപെട്ട് തനിച്ചു പാർക്കുന്ന ജനമാകും. ഞാൻ എന്റെ കർത്താവിന്റെ വരവിനായിട്ട് നോക്കി പാർത്തുകൊണ്ട് തനിച്ചു പാർക്കുന്ന ജനമാകും. ഞാൻ എന്റെ ദൈവത്തിന്റെ വിരൽ കൊണ്ട് എഴുതുന്ന ദൈവത്തിന്റെ പ്രമാണങ്ങളെ അനുസരിച്ചുകൊണ്ട് വ്യത്യസ്ത ന്യായപ്രമാണമുള്ള ജനമായിട്ട് പാർക്കും. തീരുമാനമെടുക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സ്വസ്ഥാനങ്ങളിൽ എഴുന്നേൽക്കാം. നമ്മളൊരു മനോഹരമായ പാട്ട് പാടും. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. എന്നുള്ളിൽ എന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വിട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്കപ്രാവേ വന്നെന്നിൽ എന്നും അധിവസിക്കാം. താഴോട്ടുള്ള വരികൾ വായിച്ചാൽ, തങ്കച്ചിറകടി എത്ര നാൾ കേട്ടിട്ടും, 4 വർഷത്തെ കൺവെൻഷൻ യോഗങ്ങളിൽ പങ്കെടുത്തിട്ടും കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ തങ്കച്ചിറകടി എത്രയോ നാൾ കേട്ടിട്ടും ശങ്ക കൂടാതെ യേശുവിനെ തള്ളിയിട്ട് ലോകത്തിന്റെ പിന്നാലെ ഓടുന്ന മനുഷ്യ, രാത്രികാലം പരിശുദ്ധാത്മാവിന്റെ ചിറകടിക്ക് മുന്നിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമോ? കണ്ണുനീരോടെ നമ്മെ ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. യഹൂദ ഗോത്രത്തിലെ സിംഹത്തിന്റെ സന്തതികളായിട്ട് കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. ചേർന്ന് പാടാം. ഗായിക സംഘത്തോട് ചേർന്ന് നമ്മുടെ കണ്ണുകളെ അടച്ച് ആ പാട്ടിന്റെ ഈരടികളുടെ അർത്ഥം മനസ്സിലാക്കി ചേർന്ന് പാടി സമർപ്പിക്കാം.
ശങ്ക കൂടാതെ തള്ളി സംഗീതം ഞാൻ ഒരു തന്നിരിക്കുന്നു തീര സങ്കടത്തെ തീരുന്നു സംഗീതം ഞാൻ ഒരു തന്നിരിക്കുന്നു തീര സങ്കടത്തെ തീരുന്നു അയ്യോ കഷ്ടമാക്കി കഷ്ടത തന്നിവ ഞാനിവ തട്ടിയുണർത്തിനാമേ കഷ്ടത തന്നിവ ഞാനിവ തട്ടിയുണർത്തിനാമേ ജീവിതമെന്നും ശരിയായി അയ്യോ ജീവിപ്പിക്കും കർത്തനേ വന്നു ജീവനും ശക്തിയും സ്നേഹവും തന്നിലെ ജീവിപ്പിച്ചിടണമേ ജീവനും ശക്തിയും സ്നേഹവും തന്നിലെ ജീവിപ്പിച്ചിടണമേ പരിപാലിക്കപ്പെടാ ദൈവാത്മാവേ വന്നേ ആവസിച്ചു തവ തേജസ്സാലൂടെ ജീവൻ പ്രശോഭിപ്പിക്കാം ആവസിച്ചു